ചെയ്യണം. അത് നിങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നും നിങ്ങളുടെ ടീച്ചർമാർ പറയും. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് മക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെക്കുക. അതുപോലെ ഒരു പെൻസിൽ നിങ്ങളുടെ കയ്യിൽ വേണം, ഒരു പേന, ഒരു നോട്ട് ബുക്ക്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ഒരുപാട് എഴുതാനൊന്നും ഉണ്ടാവില്ല, അതൊന്നും ആരും പേടിക്കണ്ട. എങ്കിലും ജസ്റ്റ് ഒരു പേന നമ്മുടെ കയ്യിൽ എപ്പോഴും ആവശ്യമാണ്. നിങ്ങളെ കൊണ്ട് ഒരുപാട് എഴുതിക്കുക ഒന്നും ചെയ്യില്ല. ആരും ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ആരും ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടാൽ മതി. 1 മണിക്കൂറാണ് എൻ്റെ ക്ലാസ് ഉണ്ടാകുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഗൂഗിൾ മീറ്റ് ആണ്. അപ്പോൾ ഗൂഗിൾ മീറ്റ് ആകുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് മക്കളെ. നിങ്ങളെല്ലാവരും കൂടി ഓരോ സംശയങ്ങൾ ചോദിച്ചാൽ ആകെ കാക്കാക്കൂട്ടിൽ കല്ലിട്ട പോലെയാവും. അപ്പോൾ നിങ്ങൾ ആരും തന്നെ ഒരു സംശയവും ചോദിക്കാൻ പാടില്ല. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാനുള്ളതായ സമയം 8 മണിക്ക് ശേഷമാണ്. അപ്പം ഞാൻ സംശയം ചോദിച്ചോ എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ സംശയം ചോദിക്കാൻ പാടുള്ളൂ. അത്ര വരെ നിങ്ങൾ എന്തെങ്കിലും ഇമോജിയോ ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജോ ഒരു കാരണവശാലും ഒരാളും ഇടാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഇട്ടാൽ അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അതുപോലെ അവരുടെ സ്കൂളിലേക്ക്, കാരണം നിങ്ങളുടെ എല്ലാം അഡ്രസ്സൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ, കാരണം നിങ്ങളുടെ പേരും ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിദ്യാലയത്തിലേക്ക് നമ്മൾ അറിയിക്കും. കുട്ടികൾക്ക് അച്ചടക്കമില്ലാത്ത കുട്ടികളൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് നല്ല മക്കളാണ്, എനിക്കറിയാം. ഞാൻ ഇത്രയും പറയാൻ കാരണം മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ് എടുത്തപ്പോൾ ചില കുട്ടികളൊക്കെ അറിയാണ്ടായിരിക്കും, ഇപ്പോൾ അറിഞ്ഞുകൊണ്ടാരും ചെയ്യില്ല, ചില ഇമോജിയൊക്കെ അയച്ച്, ചില മെസ്സേജൊക്കെ വേണ്ടാത്ത മെസ്സേജൊക്കെ അയച്ച്. അത് ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന മക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ചില രക്ഷിതാക്കൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ മക്കളെല്ലാവരും നല്ല മക്കളാണ്, നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ് എന്നുള്ള യാതൊരു സംശയമില്ല. 10ാം ക്ലാസ്സിലെ മക്കളാണ് നിങ്ങൾ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാൻ ആദ്യം 10ാം ക്ലാസ്സിലെ മാറിയ പാഠപുസ്തകമാണ്. ഈ വർഷമാണ് ഈ പാഠപുസ്തകം, പുതിയ പാഠപുസ്തകം പഠിക്കാനുള്ളതായ ഭാഗ്യം നിങ്ങൾക്കാണുള്ളത്. നിങ്ങളെ പഠിപ്പിക്കാനുള്ളതായ ഭാഗ്യം ഈ നമ്മളെ പോലെയുള്ളതായ അധ്യാപകർക്കും ഉണ്ടായി എന്നുള്ളത് ഏറെ സന്തോഷം. ഏതായാലും നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ്റെ മോഡൽ ഞാനൊന്ന് നോക്കാം. അപ്പോൾ മക്കൾ ചെയ്യേണ്ട കാര്യം, സംശയമുള്ളത് നിങ്ങൾ എഴുതുക. അതിനാണ് നിങ്ങളോട് ഒരു പേന എടുക്കാൻ ഞാൻ പറഞ്ഞത്. പെൻസിൽ എടുക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാഷ് എന്ത് ചെയ്യും, പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയും. അത് പാഠപുസ്തകത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാഷ് എന്ത് പറഞ്ഞത്, പെൻസിൽ എടുക്കണം പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എഴുതൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ പല ആൾക്കാരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടവരുമാണ്. ചിലപ്പോൾ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും ഈ പരീക്ഷയൊക്കെ എഴുതിയവരായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം പരിചയപ്പെടുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പാഠപുസ്തകത്തിലെ മൊത്തം പാഠങ്ങളും നമ്മളൊന്ന് പരിചയപ്പെടുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മളെ ഈ സംസ്കൃത അധ്യാപക സംഘടനയായ KSTF, ആ ഒരു സംഘടനയാണ് മക്കളെ ഇന്ന് ഈ ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ ഈ വർഷത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഈ മോഡൽ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്കോളർഷിപ്പിന്റെ ഒരു മാതൃക എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മാതൃക മനസ്സിലായാൽ തന്നെ നമുക്ക് പകുതി പഠിച്ചു എന്നാണ്. പിന്നെ ബാക്കി പഠിക്കാൻ വലിയ പണിയില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. 50 ചോദ്യങ്ങളാണ് ഉണ്ടാകുക. 1 മണിക്കൂറാണ് നമ്മളുടെ ടൈം. അപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് 50 ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ നൽകണം. അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. എന്താണ്, അക്ഷരത്തെറ്റുണ്ടാകാൻ പാടില്ല. അതുപോലെ നമ്മൾ ഈ ഉദാഹരണത്തിന് നോക്കി, ഇവിടെ ജലസേചനം ഇത് കവിതായാഹ കർത്താക്കഹ എന്നുള്ളതാണ് ഒരു ചോദ്യം ഉള്ളത് മക്കളെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓപ്ഷൻ ഈ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതിയുണ്ട്. അപ്പോൾ ചില കുട്ടികൾ എന്താ ചെയ്യാൻ അറിയോ, ചില കുട്ടികൾ ഇവിടെ ടിക്ക് ചെയ്യും. അപ്പോൾ ടിക്ക് ചെയ്ത് എന്താവില്ല, ഇത് സ്കോളർഷിപ്പ് പരീക്ഷയാണ് അല്ലേ, ഏറ്റവും നന്നായിട്ട് മുകളിലെത്തുന്ന കുട്ടികളെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും 30 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. അപ്പോൾ ആദ്യം വരുന്ന 30 കുട്ടികൾക്ക്, അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ളതായ 30 മക്കൾക്കാണ് എന്ത് ചെയ്യുക, സ്കോളർഷിപ്പ് ലഭിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് അതേപോലെ എഴുതി വെക്കണം. തെറ്റുണ്ടായാൽ മാർക്കം കുറയും. വിസർഗം വഴി രാമ എന്ന് എഴുതിയാൽ രാമഹ എന്ന് വേണ്ടെടുക്കുക, രാമ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടൂല.
നമ്മളൊക്കെ പിന്നെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പറയും പരീക്ഷയൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു, ഞാൻ എല്ലാം എഴുതിയിനി, പക്ഷേ എനിക്ക് സ്കോളർഷിപ്പ് ഇല്ല എന്ന് ടീച്ചറോടും പറയും, വീട്ടിൽ പോയിട്ട് രക്ഷിതാക്കളോടും പറയും. അപ്പോൾ പിന്നീടാണ് റിസൾട്ട് വരുമ്പോൾ നമ്മളെ പേരുണ്ടാവില്ലെങ്കിലോ നമ്മൾ പറയും എന്താണ് നമ്മൾ ഇത്ര എഴുതിയിട്ട് എൻ്റെ മോളെല്ലാം എഴുതിയല്ലോ, എൻ്റെ കുട്ടിയെല്ലാം എഴുതിനൊക്കെ ഒക്കെ പറയും. പക്ഷെ എന്താണ് തെറ്റുകൾ. അപ്പോൾ ഒരക്ഷരം തെറ്റിയാൽ തന്നെ സ്കോളർഷിപ്പ് എന്ത് ചെയ്യും, ഒരു മാർക്ക് അങ്ങ് പോകും. കാരണം സ്കോളർഷിപ്പിൽ അര മാർക്ക് ഇടുക എന്നുള്ളതായ ഒരു സിസ്റ്റം ഇല്ല, ഫുൾ മാർക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം നന്നായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. അതുകൊണ്ട് ഇത്രയും പറയുന്നത് കേട്ടോ, മാഷന്റെ ഇത്രയും പറയുന്നത് വിചാരിക്കണ്ട. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ ജലസേചനം ഇതി കവിതയുടെ കർത്താവ് ആരാണെന്ന് ചോദ്യം. ജലസേചനം എന്ന ഇതി കവിതായാഹ കർത്ത കഹ. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടാകും, നിങ്ങൾ ഉത്തരമൊന്നും പറയണ്ട, എല്ലാം മാഷന്റെ ചോദ്യവും ഞാൻ പറയും, ഉത്തരവും ഞാൻ പറയും. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുകയെ, ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എല്ലാവരും നിർത്തി വെച്ചോ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നിർത്തി വെച്ചോ. 15ാമത്തെ പേജ് എടുത്ത എല്ലാവരും. ടെക്സ്റ്റ് ബുക്കിൽ 15ാമത്തെ പേജ് എടുത്തില്ലേ? എടുത്തു. അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. 2ാമത്തെ പാഠത്തിൽ നിന്നാണ് മക്കളെ ഈ ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിയാൽ 2ാമത്തെ പാഠത്തിൽ ജലസേചനം ഇതി കവിതായാഹ കൃതി, ആ കർത്താവ് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ അല്ലേ? അപ്പൊ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം 50 ചോദ്യത്തിൽ 45-46 ചോദ്യങ്ങൾ നമ്മുടെ പാഠം വായിച്ചാൽ മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. ആകെ 3-4 ചോദ്യങ്ങൾ മാത്രമാണ് പുറത്തുനിന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് പാഠപുസ്തകമായിട്ട് വായിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം എന്താണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അപ്പൊ ഇതെന്ത് വേണം? ഇതേപോലെ ഇപ്പുറത്തേക്ക് എഴുതണം, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അപ്പോൾ അടുത്തത് നോക്കിയേ, ഹൃദയ ശബ്ദയോഗേ കാ വിഭക്തി. ഹൃദയ എന്ന ശബ്ദയോഗത്തിൽ ഏതാണ് വിഭക്തി എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്കറിയാം പഞ്ചമിയാണ് വിഭക്തി അല്ലേ? ഹൃദയ ശബ്ദയോഗേ പഞ്ചമി. അറിയാത്തവർ എഴുതി വെച്ചോ കേട്ടോ. അപ്പോൾ ഹൃദയ ശബ്ദയോഗേ പഞ്ചമി എന്നാണ്. അപ്പൊ ഇതേപോലെ സഹ ശബ്ദയോഗേ തൃതീയ, അത് എഴുതിക്കോ, നോട്ട്. അതാ നേരത്തെ മാഷ് പറഞ്ഞത്, ഒരു പേനയും ഒരു നോട്ടും എടുക്കണമെന്ന്. അപ്പോഴും ചോദിക്കും മാഷ് ഒന്നും എഴുതണ്ടേ? പറഞ്ഞില്ലേ ചോദിക്കും. ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്, പഠിച്ച കാര്യങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഇനി അഥവാ സംശയമുണ്ട് എങ്കിൽ മാത്രമേ എഴുതണ്ടൂ. അപ്പോൾ നോക്കണേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയ ശബ്ദയോഗേ പഞ്ചമി എന്ന വിഭക്തിയാണ്. ഇനി തൃതീയ നോക്കിയാൽ സഹ സാഗം സാർദ്ധം സമം യോഗേ തൃതീയ. ഒന്നുകൂടി പറയാ, സഹ സാർദ്ധം സാകം സമം യോഗേ തൃതീയ. ഓക്കെ, ഇതിന്റെ ഉദാഹരണം മാഷ് ലാസ്റ്റ് പറയാം കേട്ടോ. ഇനി ചതുർത്ഥി ഏത് ഇതിന്റെ യോഗത്തിലാണ് നോക്കിയാൽ അതും കൂടി എഴുതിക്കോ. നമശബ്ദയോഗേ ചതുർത്ഥി. നമഹ, നാന്ന് എഴുതുക, മാന്ന് എഴുതുക, 2 കുത്ത്, നമഹ അല്ലെ? നമഹ ശബ്ദയോഗേ ചതുർത്ഥി. നാരായണായ നമ, ഹരയേ നമ അല്ലെ? നമ ശിവായ, ശിവായ നമ എന്നൊക്കെ പറയും. ചതുർത്ഥി വിഭക്തി നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ? അതുപോലെ ഇവിടെ ഈ ചതുർത്ഥി വിഭക്തിക്ക് ദാനക്രിയയ്ക്കും ചതുർത്ഥിയാണ്. അതും കൂടി മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം. ദാനക്രിയായാം ചതുർത്ഥി, ദാനക്രിയ വരുന്നതായ സമയത്ത് അതെന്താണ്? ചതുർത്ഥി വിഭക്തിയാണ് അല്ലെ? അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു സാധനം നൽകുന്നു. ബാലായ പുസ്തകം ദദാതി. ഇപ്പൊ ദാനക്രിയ വന്നു. അപ്പൊ ദാനക്രിയക്ക് ഏത് വിഭക്തിയാണ്? ചതുർത്ഥി. ബാലായ എന്ന് പ്രയോഗിക്കണം. ഇപ്പോഴും പരീക്ഷയ്ക്ക് ചിലപ്പോഴും ഇങ്ങനെ ചോദിക്കാം, ഡാഷ് പുസ്തകം ദദാമി. ബ്രാക്കറ്റിൽ എന്തുണ്ടാവുക? ബാലഹ എന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അഹം ബാലായ എന്ന് ചതുർത്ഥി ഉപയോഗിക്കണം. ഓക്കെ ആണല്ലോ? അതെ. അപ്പോ തൃതീയയും ചതുർത്ഥിയും പഞ്ചമൊക്കെ വന്നു. പിന്നെ സപ്തമി നമ്മൾ നോക്കണം, നമുക്ക് അങ്ങനെ വരുന്നില്ല, ഇപ്പോഴും അങ്ങനെ പഠിക്കാനില്ല. ഇനി ബർഹി നാമാന്തരം കിം, 1ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? ബർഹി എന്ന ശബ്ദത്തിന്റെ മറ്റൊരു പേരെന്താണ് എന്നുള്ളത് 1ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോ നോക്കിയാൽ മയൂരഹ അല്ലെ? മയൂരഹ എന്നുള്ളതാണ് ബർഹി എന്നതിന്റെ അർത്ഥം. പിന്നെ ഇതെന്താ? ദരി എന്ന് പറഞ്ഞാൽ ഗുഹ, നമുക്കറിയാം അല്ലെ? മഹീധരഹ എന്ന് പറഞ്ഞ പർവ്വതാണ്. വനപ്രിയ കോകിലഹ, മയൂരഹ മയില്. അത്രയും കാര്യങ്ങൾ പഠിക്കണേ. ഇതൊക്കെ എവിടുന്ന കിട്ടാം? ഇതൊക്കെ നമ്മൾ ആ പാഠത്തിന്റെ ശബ്ദകോശം നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. എല്ലാവരും കാണുന്നു അല്ലെ? പ്രസന്റേഷൻ കാണുന്നില്ലേ പറയണേ. എല്ലാവരും പ്രസന്റേഷൻ ഒന്ന് കാണുന്നില്ലേ പറയണേ മക്കളെ. കാണുന്നുണ്ട് തോന്നുന്നു എനിക്ക്.
അപ്പോ മൂന്നാമത്തെ കഴിഞ്ഞ് നാലാമത്തേത് നൈഷധീയ ചരിതസ്യ കർത്താക്കഹ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, മാഷൊന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. നൈഷധീയ ചരിതസ്യ കർത്താക്കഹ. അപ്പൊ ഇവിടെ ശ്രീകൃഷ്ണനുണ്ട്, മാഘനുണ്ട്, കാളിദാസനുണ്ട്, ഭാസനുണ്ട്. അപ്പോ നൈഷധീയ ചരിതം പറഞ്ഞാൽ മഹാകാവ്യാണ് അല്ലെ. സംസ്കൃത പഞ്ചമഹാകാവ്യാനി സന്ധി. സംസ്കൃതത്തില് 5 മഹാകാവ്യങ്ങളാണ് ഉള്ളത്. നമ്മൾ 5ാം ക്ലാസ്സിലെ പഠിച്ചതാണ്. അപ്പോ അതിൽ ശ്രീകൃഷ്ണനാണ് എന്ത് നൈഷധീയ ചരിതത്തിന്റെ കർത്താവ്. ഇനി മാഘൻ ഏത് കാവ്യത്തിന്റെയാണ്? മാഘന്റെ കാവ്യമാണ് മാഘം അല്ലെ. ഈ മാഘം എന്നുള്ളതിന്റെ മറ്റൊരു പേരാണെന്ത്? ശിശുപാലവധം. ഞാൻ സ്പീഡാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ, അത് മാത്രം പറയാം. സ്പീഡാവുന്ന മാഷെ നിർത്തി പറയണം, അതൊക്കെ പറയാം, വെറുതെ കൊണ്ടാണ് കണ്ട. അപ്പോ മാഘന്റെ ഒരു കാവ്യമാണ് എന്ന് പറയണ്ട. ഇല്ല അല്ലേ? ഓക്കെ. എന്താ മാഘ പ്രസാദ പക്ഷെ എന്താ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും പറയുന്നില്ല. കാണുന്നില്ലേ മാഷ്? കാണുന്നില്ലേ പറയണേ. ഞാൻ ആദ്യം തന്നെ മക്കളുണ്ടാവുന്ന മിണ്ടുന്നില്ല, അതുകൊണ്ടാ. മാഷ് പറഞ്ഞാൽ മതി. കാണുന്നുണ്ട്. അപ്പോ നൈഷധീയ ചരിതത്തിന്റെ കർത്താവാണ് ശ്രീഹർഷന്. മാഘം എന്നുള്ളത് മാഘൻ എന്നു പേരായ ഒരു കവി ശിശുപാലവധം എഴുതി. അപ്പോൾ മാഘൻ എഴുതിയത് കൊണ്ട് അതിന്റെ പേര് മാഘം എന്നായി അല്ലെ. നാരായണീയം എന്നുള്ളത് നാരായണൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയുകൊണ്ട് നാരായണീയം. 2 തരത്തിലാണ് നാരായണീയം പറയുന്നത്. 2 തരത്തിലാണ്. ഒന്ന് നാരായണനെ കുറിച്ച് എഴുതി അല്ലെ, ശ്രീ ഗുരുവായൂരപ്പനെ കുറിച്ച് എഴുതിയതുകൊണ്ട് നാരായണീയം എന്ന് പേര്. അതുപോലെ നാരായണൻ എഴുതിയത് കൊണ്ട് നാരായണീയം എന്ന് പേര്. ഓക്കെ. അപ്പൊ മാഘൻ എഴുതിയ ശിശുപാലവധത്തിന്റെ മറ്റൊരു പേരാണ് മാഘം. ഇനി കാളിദാസനെ പറ്റി നമുക്കറിയാം അല്ലെ. കാളിദാസനെ പറ്റി നമുക്ക് കാത്തമ്പാലെ 5ാം ക്ലാസ്സിലെ പഠിക്കുന്ന 1ാം ക്ലാസ്സിലെയും മക്കൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കാളിദാസൻ 2 മഹാകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന് കുമാരസംഭവം, രഘുവംശം. നമുക്കറിയുന്നതാണ്. അപ്പോ പിന്നെ ഭാസന്റെ നാടകങ്ങൾ, ഇതെല്ലാം ശ്രദ്ധിക്കണം, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഭാസൻ നാടകകർത്താവാണ്. ഭാസൻ 13 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു നാടകം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഊരുഭംഗം എന്നുള്ള നാടകത്തിന്റെ കുറച്ച് ഭാഗം ദുര്യോധനൻ തൊട പൊട്ടിച്ച് പൊളിക്കുന്ന ആ ഒരു കഥയൊക്കെ നമ്മൾ പഠിച്ചൊരു നാടകമുണ്ട് അല്ലെ. ഓക്കെ. അപ്പോ നമ്മളിവിടെ ഭാസൻ നാടകകാരനാണ്. 13 ഭാസ നാടക ചക്രേ കഥി രൂപകാണി സന്ധി എന്നാ ചോദിക്കും കേട്ടോ. നാടകങ്ങളല്ല, രൂപകങ്ങളാണ്. രൂപകവും നാടകമൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അത് മാത്രം, കാരണം രൂപകത്തിന്റെ ഒരു ഭേദമാണ് നാടകം എന്നുള്ളത്. രൂപകം 10 തരത്തിലുണ്ട്. അത് നമുക്കിവിടെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. മോനോ മോളോ അറിയില്ല. 9ാം ക്ലാസ്സിന്റെ കഴിഞ്ഞു, ഇന്ന് 10ാം ക്ലാസ് ആണ് കേട്ടോ. എങ്കിലും ഇരുന്നോ കേട്ടോ, കുഴപ്പമില്ല. ഇതൊക്കെ ജനറൽ ആയിട്ടാണ് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കേട്ടോളൂ കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ. ഇനി ആരും മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ടതില്ല. മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ട ഞാൻ ആദ്യം പറഞ്ഞു. മെസ്സേജ് ടൈപ്പ് ചെയ്താൽ അവർ ഒഴിവാക്കും. ഓക്കെ. കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ നോക്കൂ, ഭാസൻ 13 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് വായിക്കുമ്പോൾ എൻ്റെ ക്ലാസ് കട്ടാവും. നിങ്ങൾക്ക് തന്നെയാണ് വിഷമുണ്ടാവുക. ക്ലാസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ ക്ലാസ് സൂപ്പറാണോ അല്ലയോ ഒക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം കേട്ടോ. വലിയ സൂപ്പർ ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഓക്കെ. അപ്പോ നൈഷധീയ ചരിത്രത്തിന്റെ കർത്താവാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ ശ്രീകൃഷ്ണനായി, മാഘനായി, കാളിദാസനായി. ഇനി ഒരാളും കൂടി ഉണ്ട് അല്ലേ, ഭാരവിയാണ്. ഭാരവി ആരാ? കിരാതാർജുനീയം എന്ന മഹാകാവ്യ എഴുതിയാണ്. അപ്പൊ പഞ്ചമഹാകാവ്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അടുത്ത നോക്കിയാൽ ചലനാത്മകം ശില്പം ഇതി നാംന പ്രസിദ്ധം കലാരൂപം കിം. ഒരു ജനറൽ ആയിട്ടുള്ളതായ ഒരു ചോദ്യം കൂടിയാണത്. അപ്പൊ അത് ഒഡീസിയാണ് കേട്ടാ. അതിന്റെ ഉത്തരം ഒഡീസി എന്നുള്ളതാണ്. അടുത്തത് നോക്കൂ, 6ാമത്തെ ചോദ്യം. ഓക്കെ. എന്താ? അനുരക്തി അല്ലേ. അനുരക്തി നാമ സംസ്കൃത ചലനചിത്രസ്യ നിദേശക കഹ. അപ്പൊ നിങ്ങൾ നോക്കണേ, ഇത് ഏത് പാഠവുമായി ബന്ധപ്പെട്ടാ നോക്കിയാൽ. ഇത് ഏത് പാഠവുമായി ബന്ധപ്പെട്ടതാണ്? ലാസ്റ്റ് പാഠമുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റിൽ ആ പാഠെത്തുമ്പം അത് ഞാൻ പറഞ്ഞുതരാം. അനുരക്തി എന്ന
ആരുമായി ബന്ധപ്പെട്ടതാണെന്ന ചോദ്യം. അവിടെ ആരൊക്കെയുണ്ട് നോക്കിയാൽ, അപ്പോൾ അനുരക്തിക്ക് വിജീഷ് മണിയുണ്ട്, നിതീഷ് ഗോപിയുണ്ട്, PK അശോകനുണ്ട്, M സുരേന്ദ്രൻ ഉണ്ട് അല്ലേ? ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പം മക്കളെ ശ്രദ്ധിക്കണേ, അനുരക്തി എന്ന ചലച്ചിത്രം ആരതാണ്? PK അശോകനാണ് കേട്ടോ. അനുരക്തി എന്നുള്ളത് PK അശോകനാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് പേര് പഠിക്കാനുണ്ട്. അത് ഞാൻ ഇപ്പോഴെ തന്നെ എഴുതിക്കോ, എന്നാൽ എളുപ്പമായി, നമുക്ക് പിന്നീട് വെക്കണ്ട. ഒന്ന് ആദിശങ്കരാചാര്യ, അത് GV അയ്യർ എഴുതിക്കോ. ആദിശങ്കരാചാര്യ എന്നുള്ള ആദ്യത്തെ സിനിമയാണ്, സംസ്കൃതത്തിലെ ആദ്യത്തെ സിനിമയാണ് ആദിശങ്കരാചാര്യ എന്നുള്ളത്. അത് GV അയ്യറാണ്. രോഹിതാര, രോഹിത് ഇമോജി ഇടുകയാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോയിക്കോ കേട്ടോ. അവനെ പഠിക്കാൻ മാത്രം നിന്നാൽ മതി കേട്ടോ, ഇല്ലേ നിൽക്കണ്ട, വെറുതെ കഷ്ടപ്പെടണ്ട. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പഠിക്കുന്ന വീട്ടിൽ മാത്രം നിന്നാൽ മതി. അപ്പോൾ ആദിശങ്കരാചാര്യ എന്നുള്ള എഴുതിയത് GV അയ്യർ. അതുപോലെ അദ്ദേഹം എഴുതിയ മറ്റൊരു സിനിമയാണ് ഭഗവത്ഗീത. അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റൊരു സിനിമയാണ് ഭഗവത്ഗീത. പിന്നെ പ്രിയമാനസം, പ്രിയമാനസം എന്നുള്ളത് വിനോദ് മങ്കര. പ്രിയമാനസം വിനോദ് മങ്കര, സ്പീഡിൽ എഴുതിക്കോ കേട്ടോ. പ്രിയമാനസം വിനോദ് മങ്കര. പിന്നീട് ഇഷ്ടി, ഇഷ്ടി മലയാളത്തിൽ എഴുതി വെച്ചാലും മതി കേട്ടോ. G പ്രഭയാണ് ഇഷ്ടി എഴുതിയത്. 10ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ടാണ് ഞാൻ ഇതിന് സ്ലൈഡ് ആക്കാത്തത്, കാരണം നമ്മൾ പെട്ടെന്ന് ക്ലാസ് എടുക്കേണ്ടതുകൊണ്ട്. ഇഷ്ടി എന്നുള്ളത് G പ്രഭയാണ്, ഇഷ്ടി G പ്രഭ. അപ്പൊ ഇഷ്ടിയിലും 2 അക്ഷരമുണ്ട്, പ്രഭയിലും 2 അക്ഷരമുണ്ട്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ, G പ്രഭ, ഇഷ്ടി. പിന്നെ അനുരക്തി എന്നുള്ളത് PK അശോകനാണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് മധുരസ്മിതം എന്നുള്ളത് സുരേഷ് ഗായത്രി. മധുരസ്മിതം സുരേഷ് ഗായത്രി. അത്രയും കാര്യങ്ങൾ മാത്രം. കുറേ സിനിമയുണ്ട്, അതൊന്നും നമുക്ക് ഇപ്പോഴും പഠിക്കണ്ട. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പഠിക്കുക. ഇനി നോക്കിക്കോ, വൈനതേയ കഹ. അടുത്ത ചോദ്യം ഇതാണ്, വൈനതേയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പോൾ വൈനതേയൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അല്ലേ? നമ്മുടെ ഏതാ സ്മൈലിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വിനതായാഹ അപത്യം, വിനതയുടെ മകൻ. വിനതയുടെ മകൻ ആരാണ്? വൈനതേയൻ അല്ലെ? അപ്പോ വിനതായാഹ അപത്യം വൈനതേയ. അപ്പൊ വൈനതേയ എന്നുള്ളത് അതിൽ എന്താണ് ഉള്ളത് നോക്കിയാൽ ഗരുഡ അല്ലെ? ഗരുഡനാണ്. അപ്പോ വിനതയുടെ മകൻ ഗരുഡൻ. അതുപോലെ ആഞ്ജനേയ, അഞ്ജനയുടെ മകൻ ആഞ്ജനേയൻ, ഹനുമാൻ അല്ലെ? ഓക്കെ, അപ്പോ വൈനതേയൻ എന്ന് പറഞ്ഞാല് ഗരുഡനാണ്. ഇനി നോക്കിയാൽ കാച്ചിക്കോട്ട് ഇത് അനുഷ്ഠാനം കേന വാദ്യേന ക്രിയതേ. അത് നമ്മൾ പഠിക്കാനുള്ള ഒരു ഇതാണ്. ആ പാടെടുക്കുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഏത് ഇതുമായിട്ടാണ് ആ കാച്ചിക്കൊട്ട് എന്നുള്ളത് വരുന്നത്? തപ്പ് ആണ് അല്ലെ? തപ്പ് എന്ന കലാരൂപമാണ്, ഒരു വാദ്യോപകരണമാണ്. അത് നമ്മൾ ഏതോ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. തപ്പ് എന്നുള്ള ഒരു ഇതാണ്. തപ്പ് എന്നുള്ളതാണ് 8ാമത്തെ ഉത്തരം. അധ്യാപക ചലച്ചിത്രഗാനം ശ്രാവയിത്വ വിവിധാൻ അലങ്കാരാൻ പാഠയതി അത്ര കഹ ന്യായ. അപ്പൊ ന്യായം പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ ന്യായമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദ്യം നോക്കിയാൽ, അധ്യാപകൻ ചലച്ചിത്രഗാനം ശ്രാവയിത്വ, ചലച്ചിത്രഗാനം കേൾപ്പിച്ചുകൊണ്ട് വിവിധാൻ അലങ്കാരാൻ പാഠയതി, ഓരോരോ അലങ്കാരങ്ങൾ പഠിപ്പിക്കുന്നു. അതായത് അലങ്കാരം പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമുള്ള കാര്യമാണ്. അപ്പൊ അധ്യാപകൻ എന്ത് ചെയ്തു? സിനിമാ പാട്ടൊക്കെ പാടുമ്പോൾ, സിനിമാ പാട്ട് കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ, അപ്പൊ സിനിമാ പാട്ടൊക്കെ പാടുമ്പോൾ പാടിക്കൊണ്ട് എന്ത് ചെയ്തു? ഈ അലങ്കാരങ്ങളെ പഠിപ്പിച്ചു. ഇതേതാണ് ന്യായം എന്നാണ് ചോദിക്കുന്നത്. ഇത് നമുക്കറിയാം. ഇവിടെ ഗുഡഗുളികാന്യായം എന്നുള്ള, എന്താ ഗുഡഗുളികാന്യായം എന്ന് പറഞ്ഞാല്?
സാധാരണ കുട്ടികളൊക്കെ ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. കയ്പുള്ള ഗുളിക, കയ്പുള്ള മരുന്നൊക്കെ അവർ കഴിക്കില്ല. അപ്പോൾ അമ്മമാരെന്ത് ചെയ്യും, അതിൽ ലേശം തേനോ കുറച്ച് വെല്ലോ അല്ലെ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കഴിപ്പിക്കും. അപ്പോൾ പഞ്ചസാരയുടെ ടേസ്റ്റ് കൊണ്ട് എന്ത് ചെയ്യും, ആ മരുന്ന് കഴിക്കും. അതുപോലെയാണ് ഇവിടെ നോക്കിയാൽ അലങ്കാരം പഠിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾ ലേശം മുഷ്പുണ്ടാക്കും. അപ്പോൾ അത് ആ മുഷ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അധ്യാപനം എന്ത് ചെയ്യുന്നു, കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട്, ഇപ്പോൾ പാട്ട് കേൾക്കുകയും ചെയ്യും. ആ പാട്ട് കേൾക്കുന്നതിൻ്റെ കൂടെ അറിയാതെ എന്ത് ചെയ്യും, ഈ അലങ്കാരങ്ങളും പഠിക്കും. അതേത് ന്യായമാണ്? ഗുഡഗുളികാന്യായം എന്നാണ് അതിൻ്റെ പേര്. ബാക്കിയുള്ള ന്യായങ്ങൾ പാഠപുസ്തകത്തിൽ വരുന്നുണ്ട്, ഞാൻ അന്നേരം പറഞ്ഞു തരാം. ഓക്കെ. ഇനി അമ്പലമണി എഴുതിയത് ആരാണെന്നാണ്. അമ്പലമണി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സുഗതകുമാരിയുടെ കവിതയാണ് അമ്പലമണി എന്നുള്ളത്. അത് ജനറലായിട്ട് കുറെ നമ്മൾ കേട്ടതാണ്. ഓക്കെ. അടുത്തത് 11ാമത്തെ ചോദ്യം, ബഹുജനഹിതായ ബഹുജന സുഖായ, അത് ഏത് സ്ഥാപനത്തിന്റെ ധ്യേയവാക്യമാണ് എന്നുള്ളതാണ്. അത് നമുക്കറിയാം, ആകാശവാണിയുടെ ധ്യേയവാക്യമാണ്. 90ാമത്തെ പേജ് എടുത്തേ മക്കളെ, 90ാമത്തെ പേജ് ടെക്സ്റ്റ് ബുക്കിൽ 90ാമത്തെ പേജ്. ആ 90ാമത്തെ പേജിൽ അവിടെ എഴുതിയിട്ടതാ അല്ലെ. 1 2 3 4 5 6 7 ധ്യേയവാക്യങ്ങളുണ്ട്. അതിലൊരു ധ്യേയവാക്യം ഉറപ്പായിട്ടും ചോദിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ. ബഹുജന സുഖായ ഹിതായ ബഹുജന സുഖായ എന്നുള്ളത് ആകാശവാണിയാണ്. ഓക്കെ. പിന്നെ കണ്ണൂർ സർവകലാശാലയിലേത് നമുക്കിവിടെ ഉണ്ട്, തമസോമാ ജ്യോതിർഗമയ എന്നുള്ളതാണ് കണ്ണൂർ സർവകലാശാല. പിന്നെന്താ ബാക്കിയുള്ളത് ആ പാടെടുക്കുമ്പോൾ മാഷ് പറഞ്ഞുതരും. ഓക്കെ. അടുത്ത് നോക്കിയാൽ അധോദത്തേഷു ലബന്ധം അവ്യയം കിം. അപ്പോൾ താഴെ കൊടുത്തിട്ട് സ്വസ്യ, വിജ്ഞായ, വനായ, ബാലായ. അപ്പോൾ ലബന്ധം, കൃതാന്തം, തുമുന്നന്തം ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. എന്താ കൃതാന്തം എന്ന് പറഞ്ഞാല്, അല്ലെ എന്താ ലബന്ധം എന്ന് പറഞ്ഞാൽ, ഇവിടെ ലബന്ധല്ലേ. ലബന്ധം എന്ന് പറഞ്ഞാൽ പൊതുവെ അവ്യയങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്, അവ്യയങ്ങൾക്ക് പ്രത്യേക വിഭക്തിയില്ല, വചനമില്ല, ലിംഗമില്ല, അതൊക്കെയാണ് എന്ത് അവ്യയങ്ങൾ. അപ്പൊ ഇവിടെ ലബന്ധം എന്നുള്ളത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ എളുപ്പം ഇതേ ഉള്ളൂ. എന്താണ് ഇവിടെ സ്വസ്യ എന്ന് പറഞ്ഞാൽ ഷഷ്ടിയാണ്, വനായ എന്ന് പറഞ്ഞാൽ ചതുർത്ഥിയാണ്, ബാലായ എന്ന് പറഞ്ഞാൽ ചതുർത്ഥിയാണ്. അപ്പോൾ വിജ്ഞായ എന്നത് എന്താണ്, ലബന്ധമാണ്. അപ്പോൾ വിജ്ഞാപയതി എന്നുള്ളതിന്റെ ആ 90 പേജ് മോനെ ഒന്നുകൂടി ഞാൻ പറഞ്ഞേ കേട്ടാ. 90ാമത്തെ പേജിലെ ഇതാണ് ധ്യേയവാക്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പാഠപുസ്തകം ചർച്ച ചെയ്യും. അപ്പോൾ ഞാനതൊന്നും കൂടി പറഞ്ഞു തരാം കേട്ടാ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുന്ന ഇത് നമുക്ക് മാതൃക മനസ്സിലാക്കാനാണ്. ഓക്കെ. അന്നപൂർണ. ഓക്കെ. അപ്പോൾ സ്വസ്യ എന്നും വനായ, ബാലായ എന്നുള്ളതാണ് വിഭക്തികളാണ്. അപ്പൊ ഇവിടെ വിജ്ഞായ എന്നുള്ളതാണ് ലബന്ധം, അവ്യയം. ഓക്കെ ആണല്ലോ. അതെ. അതുപോലെ ചിരായ, വിഹായ, വിഹസ്യ, അതൊക്കെ എന്താണ് അവ്യയങ്ങളാണ്. ഇതൊക്കെ പാഠം പഠിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓക്കെ. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കൂ. അടുത്തത് ഒരു കേരളസ്യ ബൃഹത്തമ ജില്ല, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്നാണ് ചോദ്യം അല്ലെ. അതിലേതൊക്കെയുണ്ട്? പാലക്കാട്, ഇടുക്കി, മലപ്പുറം, തിരുവനന്തപുരം. ഇപ്പോൾ ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല അല്ലെ. അത് നിങ്ങൾക്ക് സോഷ്യലിൽ പഠിക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉത്തര കേരളീയാനാം പരമ്പരാഗതം അനുഷ്ഠാന കലാരൂപം. നമുക്കറിയാം തെയ്യത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ തെയ്യമാണ്. അപ്പോൾ പടയണി ഏടിയാണ് നമുക്കറിയാം, മുടിയേറ്റ്, അതൊക്കെ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ പാഠെത്തുമ്പോൾ നമുക്ക് അത് ഒന്നുകൂടി ചർച്ച ചെയ്യാം. പിന്നെന്താ, കേരള പാണിനീയം ഇതി ഗ്രന്ഥസ്യ കർത്താക്കഹ എന്നുള്ള 15ാമത്തെ ചോദ്യം. അപ്പോൾ 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? AR രാജരാജവർമ്മ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് 2-3 പോയിന്റ് ഞാൻ പറയാം. ഇവിടെ AR രാജരാജവർമ്മ എന്തറിയപ്പെടുന്നു? കേരള പാണിനി എന്ന പേര് അറിയപ്പെടുന്നു. ഇതാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. ഇനി കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. കേരള വ്യാസൻ ആരാണ്? കൊടുങ്ങല്ലൂർ
കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മറ്റൊന്നുകൂടി പറയാം. കേരള പാണിനിയാണ് കേരള പാണിനീയം എഴുതിയത്. അദ്ദേഹം കേരള പാണിനീയം എഴുതിയതുകൊണ്ട് അദ്ദേഹത്തെ കേരള പാണിനി എന്ന് വിളിക്കുന്നു. ആ കേരള പാണിനി ആരാം? AR രാജരാജവർമ്മ. ഇനി ഇത് വള്ളത്തോൾ ആരാണെന്നറിയോ? വള്ളത്തോൾ കേരള വാൽമീകി എന്ന പേരിൽ അറിയപ്പെടുന്നു. വള്ളത്തോളിന് എന്താ അറിയാ? കേരള വാൽമീകി. ഓക്കെ ആണല്ലോ. ഓക്കെ. പാണിനി ആരാണറിയല്ലോ? സംസ്കൃതത്തിലെ വ്യാകരണത്തിന്റെ പിതാവ് എന്നറിയാം. സംസ്കൃതത്തിന്റെ അല്ല, മലയാളത്തിന്റെ ആയാലും ഭാഷയിലെ വ്യാകരണത്തിന്റെ പിതാവാണ് ആര്? പാണിനി. കാരണം സംസ്കൃതത്തിലെ വ്യാകരണത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് എന്ത് മലയാളത്തിലെ വ്യാകരണം എഴുതപ്പെട്ടത്. കാരണം പാണിനി സംസ്കൃതത്തിലെ വ്യാകരണ എഴുതി. ആ പാണിനീയത്തെ സംസ്കൃത വ്യാകരണത്തിലെ ആ പാണിനി എഴുതിയ ഗ്രന്ഥത്തിന്റെ പേരാണ് പാണിനീയം എന്നൊക്കെ പറയും. അഷ്ടാധ്യായി എന്നൊക്കെ പറയും. പാണിനീയം. ആ പാണിനീയത്തെ എന്ത് ചെയ്തു? മലയാളത്തിലേക്ക് ആരെഴുതി? AR രാജരാജവർമ്മ എഴുതി. അതിന്റെ പേരാണ് എന്ത്? കേരള പാണിനീയം. AR രാജരാജവർമ്മ ഇത് എഴുതിയത് കൊണ്ട് എന്തായി? അദ്ദേഹത്തിന്റെ പേര് കേരള പാണിനി എന്ന് വന്നു. കേരള കാളിദാസനാരാ? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ എന്നുള്ളതാണ്. അപ്പം സംശയം എഴുതി വെച്ചോ കേട്ടോ. ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ചോദിക്കണ്ട. കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കതിൻ്റെ ആ ഒരു ഒഴുക്കങ്ങ് നഷ്ടപ്പെടും. ആ ഒരു പ്രശ്നമാവും. അപ്പോൾ അത് നമുക്ക് ഇപ്പൊ ചോദിക്കണ്ട. ഓക്കെ. ഇനി അടുത്ത് നോക്കിയാൽ വിശ്വ ഉപഭോക്തൃദിനം കസ്മിൻ ദിനാങ്കേ ഭവതി. അപ്പോൾ വിശ്വ ഉപഭോക്തൃദിനം ഏത് ദിവസമാണ് എന്നുള്ളതാണ് ചോദ്യം. മാർച്ച് 16 ഉത്തരം. ഇത് ഒരുപാട് ദിനാചരണങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട് അല്ലെ? അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ അത് ആചരിച്ച് വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചോദ്യകർത്താക്കന്മാർ ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി ദിനാചരണങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കണം. ഏത് ദിനാചരണം ചോദിക്കുക, ഇന്നതേ ചോദിച്ചുവിടൊന്നുമില്ല കേട്ടാ. ഇതൊക്കെ GK ആണ്. അപ്പോ വിശ്വ ഉപഭോക്തൃദിനം കസ്മിൻ ദിനാങ്കേ ഭവതി? മാർച്ച് 16. ഓക്കെ ആണല്ലോ. അതെ. ഇനി പഠിതാതോ പരസ്മൈപതി ലിട്ട് പ്രഥമ പുരുഷ ഏകവചന രൂപം കിം? അതെന്താ ചോദിക്കാൻ കാരണം? ജസ്റ്റ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ് കേട്ടാ. അതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ഇപ്പൊ പപാഠ എന്നാണ് ഉത്തരം. എന്താണ്? പപാഠ. പടതി എന്ന് പറഞ്ഞാൽ എന്താണ്? പടതി എന്ന് പറഞ്ഞാൽ ലെട്ടാണ്. അപ്പൊ ഇവിടെ ചോദിച്ചതാണ് ലിട്ടാണ്. അപ്പൊ ലിട്ടിന്റെ ഇതെന്താണ്? പപാഠ. അത് നമ്മളെ അപ്പൊ ഇങ്ങനെ ഉള്ള പഠിക്കാൻ നമുക്ക് എന്താ ചെയ്യാ? പാഠപുസ്തകത്തിലെ ഓരോ ക്രിയാപദവും ഏത് ലകാരമാണ് എന്ന് നമ്മളൊന്ന് പാഠപുസ്തകത്തിൽ തന്നെ അവസാനം കൊടുത്തിട്ടുണ്ട്. ഓരോ പാഠം കഴിയുമ്പോഴും ഓരോ ക്രിയാപദവും അതിന്റെ ലകാരം എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് മക്കൾ നോക്കണം കേട്ടാ. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനാവും. കാരണം എന്താ? നിങ്ങൾ ഏറ്റവും മിടുക്കന്മാരായ മിടുക്കുകളായ കുട്ടികളാണ് വിദ്യാലയത്തിൽ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ചോദിക്കുന്നത് കേരള രാജ്യസ്യ വൈദ്യുതി മന്ത്രി കഹ? കേരളത്തിലെ വൈദ്യുതി മന്ത്രി ആരാണ് അല്ലെ? നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരെയൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടണം. വിദ്യാഭ്യാസ മന്ത്രി, വൈദ്യുതി മന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനകാര്യമന്ത്രി, ഇതൊക്കെ നമ്മൾ ഒന്ന് പരിചയപ്പെടണം കേട്ടാ. ഇത് വൈദ്യുതി മന്ത്രി ആരാ? K. കൃഷ്ണൻകുട്ടിയാണ്. അപ്പൊ കേരള രാജ്യസ്യ വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. ഓക്കെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇവിടെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ്. കേരള രാജ്യത്തെ രാജ്യപാലക കഹ? രാജ്യപാലകൻ അല്ലെ? ഒരു സംസ്ഥാനം ഭരിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി അല്ല, പിന്നെ ആരാ? ഗവർണർമാരാണ് അല്ലെ? അപ്പോൾ ഭാരതം ഭരിക്കുന്ന രാഷ്ട്രപതിയാണ്. അപ്പോൾ ഗവർണർമാർ ഒപ്പിടുമ്പോഴാണ് ഒരു നിയമമായിട്ട് വരിക. അപ്പോ രാജ്യപാലകൻ എന്ന രാജ്യത്തെ പാലിക്കുന്ന ആള്. അപ്പൊ രാജ്യപാലകൻ ആരാണ്? ഗവർണറാണ് അല്ലെ? അർലേക്കറാണ് ഇപ്പോഴത്തെ ഗവർണർ. നിങ്ങൾക്കറിയാലോ. അതൊക്കെ നിങ്ങൾ സാധാരണ വിദ്യാലയത്തിൽ ഒരുപാട് പ്രശ്നോത്തരിക്ക് പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ കേരളസ്യ രാജ്യപാലക കഹ എന്ന് ചോദിക്കും. ആ ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ, ചോദിക്കും. അപ്പോ അടുത്ത ചോദ്യം നോക്കിയാൽ, ശബ്ദസുന്ദര ഇതി വിഖ്യാത കവി കഹ? വീണ്ടും ശബ്ദസുന്ദരൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോ ശബ്ദസുന്ദരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ് ചോദിച്ചു അല്ലെ? വള്ളത്തോളിന്റെ പേരിനെയാണ് വീണ്ടും ചോദിച്ചിരുന്നത് അല്ലെ?
വള്ളത്തോൾ തന്നെയാണ് അതിന്റെയും ഉത്തരം വന്നിരിക്കുന്നത്. ഇനി അടുത്തത് 2025, അങ്ങനെ അത് വായിക്കല് കേട്ടാ. പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സംഖ്യ പഠിക്കണേ. 1, 2, 3 സംസ്കൃതത്തിൽ എഴുതാൻ പഠിക്കണം. അപ്പോൾ സംസ്കൃതത്തിൽ ഈ സംഖ്യ എഴുതാൻ പഠിക്കുക. ഇതെങ്ങനെ വായിക്കുക? 2025 തമേ വർഷേ വയലാർ പുരസ്കാര ജേതാക്ക. വയലാർ പുരസ്കാരം നേടിയതാരാണെന്നാണ്. അപ്പോ ഈ സന്തോഷ് കുമാറാണ് ഉത്തരം. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾ GK പഠിക്കുന്നവരാണ്. ഈ സന്തോഷ് കുമാറാണ്. അപ്പോ എഴുത്തച്ഛൻ പുരസ്കാരം എപ്പോഴും ചോദിക്കാറുണ്ട്, ജി ശങ്കരപിള്ളയാണ് അല്ലേ? അപ്പോൾ അത് ഒന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ പുരസ്കാരങ്ങൾ, അവാർഡുകളൊക്കെ ഒന്ന് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ നോക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയുള്ളതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. നോക്കിയേ, ഇതെല്ലാം വൽക്കലൈഹി പ്ലസ് ത്വം കൂട്ടി എഴുതുമ്പോൾ എന്താവും? വൽക്കലൈസ്ത്വം. അവിടെ ഈ വിസർഗത്തിന്റെ സ്ഥാനത്ത് സകാരം വരും, എന്ന് വരും. അപ്പോൾ വൽക്കലൈസ്ത്വം എന്ന് വരും. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ. അതുപോലെ ബാലഹ പ്ലസ് അയം, ഇവിടെ ശ്രദ്ധിക്കണേ, ബാലോയം എന്നാ വരിക. എന്താണ് വരിക? ബാലോയം. അവിടെ ഒരു പ്രശ്ലേഷം ഇട്ട കുറച്ച് ഭംഗിയാവും. പ്രശ്ലേഷം പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ എഫ് പോലെ ചെയ്യുന്നുണ്ടാവില്ലേ അല്ലേ? അതാണ് എന്ത്? പ്രശ്ലേഷം. അപ്പൊ ഇവിടെ ബാലഹ പ്ലസ് അയം, ബാലോയം. ഓക്കെ അല്ലേ മക്കളെ? ഇനി നോക്കിയാൽ പദച്ഛേദം എഴുതാനാണ്. തദേവ. ഈ തദേവ പദച്ഛേദം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നോക്കൂ, തത് പ്ലസ് ഏവ. തത് എന്നുള്ളത് ത, പിന്നെയും തായാണ്, തത്തയുടെ തായാണ് കേട്ടാ. തത് പ്ലസ് ഏവ തദേവ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള കാരണം എന്താ? ചിലപ്പോഴും തിരിച്ചു ചോദിക്കും. തത് പ്ലസ് ഏവ, അതിന്റെ ഒറ്റപ്പദം നമ്മൾ എന്ത് എഴുതും? തതേവ എന്ന് എഴുതും. അപ്പൊ തതേവ അല്ല, തദേവയാണ്, ദായാണ്. ഓക്കെ അല്ലേ? അടുത്ത ഭൂമാവാഗത എന്നുള്ളത് എന്താണ്? ഭൂമൗ പ്ലസ് ആഗത. ഭൂമൗ ആഗത എന്നുള്ളതാണ് ഭൂമാവാഗത എന്നുള്ളത് പദച്ഛേദം ചെയ്യുക. ഇത് നമ്മൾ പാഠപുസ്തകത്തിലുള്ളതാണ് കേട്ടോ. ഭൂമൗ ആഗത, ഭൂമാവാഗത. പിന്നെ നിങ്ങൾ പാഠപുസ്തകത്തിൽ എഴുതായ അവിടെ പദച്ഛേദങ്ങൾ, എല്ലാ പാഠത്തിന്റെയും പദച്ഛേദങ്ങൾ അവിടെ കാണും. അതിൽ 2 പദങ്ങളുള്ളതായ പദച്ഛേദങ്ങൾ, അതായത് മുറിക്കുമ്പോൾ 2 പദങ്ങളുള്ളതായ പദച്ഛേദങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കി പഠിക്കണം. 3ഉം 4ഉം വരുന്നതാണെന്നും പഠിക്കണ്ട, അത്ര വലുതും ചോദിക്കാറില്ല. ഈ 2 വരുന്നത് നിങ്ങൾ പഠിക്കണം. അത് നിങ്ങൾ ഇതിലുണ്ട്, പാഠപുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ പാഠത്തിന്റെയും അവസാനം പഠിക്കുക. അതേപോലെ അർത്ഥം നോക്കിയാൽ വിഗ്രഹവാക്യം ലിഖതു. വിഗ്രഹം എഴുതാനാണ്. അവിടെ എന്താണ്? വൈവിധ്യം, വിവിധസ്യ ഭാവഃ അല്ലെ? വിധസ്യ ഭാവഃ വൈവിധ്യം. ഇത് പാഠപുസ്തകത്തിലുള്ളതാണ്. മാഷ് മ്യൂട്ട് ആയിട്ടുണ്ടോ? എന്താണ് മാഷ്, കേൾക്കുന്നുണ്ടോ? മാഷ് ഇപ്പൊ ജോയിൻ ചെയ്യും. എല്ലാവരും കാത്തിരിക്കുക.
മാഷ് ഇപ്പോ ജോയിൻ ചെയ്യും. അത് മാഷുടെ കമ്പ്യൂട്ടർ ഓഫായി പോയതാണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും. മാഷ് റിജോയിൻ ചെയ്തിട്ടുണ്ട്. മാഷെ മാഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഹലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ. മക്കളെ സോറി കേട്ടോ, കാരണം എന്റെ കമ്പ്യൂട്ടർ ഓഫായി പോയി, എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഞാൻ ഇപ്പോഴും മൊബൈലിൽ നിന്നാണ് കയറിയിട്ടുള്ളത്. എത്രത്തോളം വിജയിക്കുന്നറിയില്ല. ഒരു മക്കളെ 2 മിനിറ്റ് മാസം സെറ്റ് ചെയ്യട്ടെ. മൊബൈലാകുമ്പോൾ ഇതായ സാങ്കേതിക പ്രശ്നമുണ്ട്. 2 മിനിറ്റ്. 2 ഗ്ലാസ് വെള്ളം എല്ലാവരും കുടിച്ചോ കേട്ടോ. പ്രസാദ് പക്ഷേ കേൾക്കുന്നുണ്ട്. മാഷെ കേൾക്കുന്നുണ്ട്. മൊബൈലിൽ പിന്നെ സ്ക്രീൻ ചെയ്യുമ്പോൾ എവിടെ കാണിക്കുന്നതിന്റെ ഈ ഇത് അപ്ഡേറ്റ് ആയപ്പോഴത്തേക്ക് മൊബൈൽ എങ്ങനെ സ്ക്രീൻ ചെയ്യാം? ഞാൻ മാഷൊക്കെ അയച്ചുതരാം. മാഷ് ചെയ്യോ? മാഷ് നോക്കാം മാഷെ. പ്രസന്റ് ചെയ്ത പ്രസന്റ് അയച്ചെന്നുള്ളൂ മാഷെ, ചെയ്യാം. മാഷെ അയച്ചിട്ടുണ്ട്. മാഷെ കിട്ടിയില്ലേ? കേൾക്കില്ലേ? ഈ ഹലോ ബ്രോ എന്നല്ല അയക്കുന്നവരൊന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയിക്കോ കേട്ടോ. റീതു ആരാ? മ്യൂട്ട് ചെയ്യൂ. പ്രസാദ് മാഷെ ഒന്ന് പ്രസന്റ് ചെയ്യണേ. പ്രസാദ് മാഷെ കേൾക്കുന്നില്ലേ? ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ക്ലാസ്സിലെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രം ആ സിസ്റ്റം ഉപയോഗിക്കുക. മറ്റ് കാര്യങ്ങൾ തമാശകൾ കളിക്കാനല്ല. നമ്മൾ SSLC പരീക്ഷ എഴുതുന്ന കുട്ടികളാണ്.
അപ്പൊ ആ സമയം കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് ഒന്ന് ഓർമ്മിച്ച് വളരെ സീരിയസ് ആയി ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഓക്കെ. ആണോ? മാഷയുടെ സൗണ്ടിൽ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട്. റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത്. സൽമാഷ് ഇപ്പൊ കേൾക്കുന്നില്ല? ഇടക്കിടക്കൊന്ന് കട്ടായി പോകുന്നുണ്ട് എന്തോ ഒരു സൗണ്ട്. ഞാൻ ക്ലിയർ ആക്കാം. സെക്കൻഡ്. മാഷ് ഇത് പ്രസന്റേഷൻ റെഡിയാക്കൂ. ഓക്കെ ഓക്കെ. മാഷ് കേൾക്കുന്നുണ്ട് ഇപ്പൊ? ഓക്കെ അല്ലേ? ഹലോ, പക്ഷേ ഒരു സെക്കൻഡ് ഇപ്പൊ റെഡി ആവും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. കുട്ടികൾ എല്ലാം കുടിച്ചിട്ട് വരട്ടെ, അപ്പോഴത്തേക്ക് ശരിയായിക്കോ. പക്ഷേ തത് വിനാ ആരംഭം കർത്തും ശക്യത്തെ ചേത് ഭവതാ കിഞ്ചിത് ഭാഷണം ക്രിയതാം. അസ്തു. മക്കളെ, ഒരു കാര്യം ചെയ്യും, നമുക്കത് പ്രസന്റ് ചെയ്യുന്നവരെ നമുക്ക് ഒന്ന് ഇവിടെ പാഠപുസ്തകങ്ങൾ കയ്യിലുണ്ടല്ലോ, ആ പാഠപുസ്തകം എടുത്തോ. പാഠപുസ്തകം എടുക്കുമ്പോഴത്തേക്ക് മാഷ് ശരിയാക്കും കേട്ടോ. ഇവിടെ പാഠപുസ്തകത്തില് നമുക്ക് ഒന്നാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം നോക്കാലോ. പേജ് നമ്പർ 10. പേജ് നമ്പർ 10 എടുക്കുക. പേജ് നമ്പർ 10 ആ പദച്ഛേദം നോക്കിയാൽ പരിതോ മഹീധരം. അപ്പൊ പരിതഹ മഹീധരം എന്ന് വരും അല്ലെ. അപ്പൊ അത് സാധ്യതയുണ്ട്. അതേപോലെ പ്രകൃതിസ്തു. ഈ പ്രകൃതിസ്തു ബാലസ്തു എന്നൊക്കെ കാണുമ്പോൾ പല കുട്ടികൾ എങ്ങനെ പദച്ഛേദം ചെയ്യുക? ബാലഹ പ്ലസ് അസ്തു. അപ്പൊ അസ്തു എന്ന് വരില്ല, എന്താ വരിക? ബാലഹ പ്ലസ് തു എന്നേ വരികയുള്ളൂ. അപ്പൊ പലരും തെറ്റിച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കണേ. ബാലഹ പ്ലസ് തു, അതുപോലെ പ്രകൃതി പ്ലസ് തു, അതുപോലെ വർത്തതേത്ര, വർത്തതേ അത്ര, ഇതേപോലെയുള്ളതായ പദച്ഛേദങ്ങൾ മക്കള് നോക്കി വെക്കണം. അതുപോലെ അതിന്റെ താഴെ വിഗ്രഹം നോക്കൂ. ആ വിഗ്രഹത്തിലും ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ്? സരസീതടം. സരസീതടം കണ്ടല്ലോ, സരസ്യാഹ തടം അല്ലെ. അതൊന്ന് ടിക്ക് ചെയ്തോ, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെയോ ഘനഘോര സുന്ദരം എന്നുള്ള ആദ്യത്തെ പദം നോക്കിയേ. ഘനംജ ഘോരംജ സുന്ദരം ച, അതൊന്ന് നോക്കുക. പിന്നെ ഘനഗർജനം അല്ലെ, ഏറ്റവും അവസാനത്തിന് തൊട്ട് മേലുള്ളത് ഘനംജ തത് ഗർജനം ച. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കണം. പിന്നെ തൊട്ടടുത്ത 12ാമത്തെ പേജ് നോക്കിയാൽ പർവ്വതം പരിതഹ വനാനി സന്ധി. അപ്പൊ ഇത് എന്താണ്? പരിതഹ ശബ്ദയോഗേ ദ്വിതീയ അല്ലെ, നമ്മൾ പഠിച്ചതാണ്, ശ്രദ്ധിക്കണേ. അപ്പൊ ഇതെങ്ങനെയാ ചോദിക്കുന്നത് നോക്കിക്കോ. 2 തരത്തിൽ ചോദിക്കാം. ഒന്ന് പരിതഹ ശബ്ദയോഹേ കായുഭക്തി എന്ന് ചോദിക്കാം. നേരത്തെ നമ്മൾ ബഹിശബ്ദയോഗെ പഞ്ചമി പഠിച്ചു അല്ലെ. അതുപോലെ പരിതഹ ശബ്ദയോഗെ കായുഭക്തി ദ്വിതീയ വിഭക്തി, അങ്ങനെ ചോദിക്കാം. ഇല്ലെങ്കിലോ ഡാഷ് പരിതഹ തൃണാനി രുഹന്തി, ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കും?
വൃക്ഷ എന്ന് കൊടുക്കും. ഇപ്പോൾ നമ്മൾ എന്ത് വേണം, അതിന്റെ ദ്വിതീയ വിഭക്തി ഉപയോഗിക്കണം. വൃക്ഷം പരിതഃ എന്ന് കൊടുക്കണം. ഓക്കെ അല്ലേ? സിമ്പിളാണ്. പരിതഃ ശബ്ദയോഗ്യ ദ്വിതീയ എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ. അതുപോലെ ഇവിടെ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞു വനപ്രിയ. വനപ്രിയ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? കോകില അല്ലെ? അതാണ് നേരത്തെ ഇവിടെ ബർഹി, ബർഹിണാം നർത്തനം നവമേഘവർഷണം വനതലം സർവത്ര ഘോഷപൂർണം. അവിടെയാണ് ഇത് ബർഹിണാം എന്നുള്ളൊരു ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ? ബർഹി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തരു, തരു എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം ആണ് അല്ലെ? വൃക്ഷത്തിന് മറ്റു പദങ്ങളൊക്കെ എന്തൊക്കെയാണ് നോക്കിയാൽ, തരു, പാദപം, വൃക്ഷ, ഇതൊക്കെ എന്താണ്? വൃക്ഷത്തിന്റെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പോൾ ആ പര്യായ ശബ്ദങ്ങളൊക്കെ എവിടെ ഉണ്ടാവുക? കോശഹ എന്ന് പറഞ്ഞ 11ാമത്തെ പേജ്. 11ാമത്തെ പേജിൽ കോശഹ നമുക്ക് കാണാം. ആ കോശഹ എന്താ അർത്ഥം? അമരകോശത്തിന്റെ ചെറിയ ചുരുക്കി പറഞ്ഞ കോശഹ അല്ലെ? ഈ അമരകോശത്തില് എന്താണ്? ഒരു പദത്തിന് തന്നെ ഒരുപാട് ശബ്ദങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇവിടെ നോക്കിയാൽ കാനനം, അടവി, അരണ്യം, വിപിനം, ഗഹനം, കാനനം, വനം, ഇത്രയും പദങ്ങൾ എന്തുണ്ട്? കാനനം എന്ന ആ ഒരു പദത്തിന് പറയാം. അപ്പൊ അങ്ങനെയുള്ളതായ ജസ്റ്റ് എല്ലാം ഒന്ന് ബൈഹാർട്ടൊന്നും പഠിക്കണ്ട കേട്ടാ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഏറെ സഹായകമാണ് ഇതൊക്കെ അല്ലെ? നമ്മളിപ്പോ മലയാളത്തിലായാലും വേണ്ടില്ല, ഏത് ഭാഷയിൽ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പദസമ്പത്ത് വേണം. അപ്പൊ ആ പദസമ്പത്ത് വേണമെങ്കിൽ ഈ കോശം വായിച്ചു നോക്കിയാൽ മതി. നമുക്കറിയാം മലയാളത്തിലെ 80% പദങ്ങളും സംസ്കൃത പദങ്ങളാണ് നമുക്കറിയാം. അപ്പൊ അതെന്ത് ചെയ്യുക? അതൊന്ന് ചെയ്യാം. ഇതാരാ ഇത് ലൈക്ക് ഇട്ടാള്? അയാളെ പുറത്തേക്ക് പോയിക്കോ കേട്ടാ. അടുത്ത് നോക്കൂ, ജലസേചനം അല്ലെ? 15ാമത്തെ പേജിൽ നിന്ന് ചോദിച്ചു നോക്കൂ. ജലസേചനം, വൈലോപ്പള്ളിയുടെ ജലസേചനം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓർമ്മ വേണം. ജലസേചനം ഇത് കവിതായാഹ കർത്താഭവതി വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ആ പെൻസിൽ എടുത്ത് അതിന്റെ അടിയിലൊന്ന് വരച്ചോ. ജലസേചനത്തിന്റെ അടിയിലും ഒന്ന് വരക്കുക. വരച്ചല്ലോ. ഇനി അടുത്ത് നോക്കിയാൽ 16ാമത്തെ പേജില്, 16ാമത്തെ പേജിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്താണ് നോക്കിയാൽ, ക്ഷീരപാണി, നമ്മളെ ബലരാമന്റെ വിശേഷണങ്ങളാണ് അല്ലെ? ക്ഷീരപാണി, ഹലായുധ. ഇപ്പൊ ഹലായുധൻ എന്ന് പറഞ്ഞാലും ക്ഷീരപാണി എന്നൊക്കെ പറഞ്ഞാലും എന്താണ്? ബലരാമന്റെ വിശേഷണങ്ങളാണ്. അപ്പോഴ് കിം ഗണേന അന്തർഭവതി, കൂട്ടത്തിൽപ്പെടാത്ത ഇത് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറെ പദങ്ങൾ തന്നിട്ട് അതിലെന്ത് ചെയ്യാം? നമ്മൾ അപ്പോഴേ ഈ ഒരു ബലരാമനെ പറ്റിയുള്ളതായ പര്യായ പദങ്ങളൊക്കെ അവിടെ കാണാം. അപ്പൊ എന്ത് ചെയ്യാം? അതൊക്കെ ഒന്ന് നോക്കിയോ. ഈ പാഠം ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ വായിക്കണം. കാരണം ഈ പാഠത്തു നിന്നാണ് കൃതാന്തം, ലബന്ധം, തുമുന്നന്ത പദങ്ങളൊക്കെ നമ്മളോട് എഴുതാൻ പറയുന്നത്. കൊണ്ട് ആ പാഠം നന്നായിട്ട് പഠിക്കുക. ഇനി 18ാമത്തെ പേജിലേക്ക് പോയിക്കുക. സ്പീഡ് പോകും കേട്ടോ, നമുക്ക് 1 മണിക്കൂർ കൊണ്ട് പാഠം തീർക്കണ്ടേ. 7:45, 7:50 അപ്പോ 18ാമത്തെ പേജ് നോക്കിയാൽ, 18ാമത്തെ പേജിൽ പദച്ഛേദം. അവിടെ ചോദിക്കാൻ പറ്റിയ പദച്ഛേദം പ്രദേശോയം. നേരത്തെ ഒരു ചോദിച്ചു അല്ലെ? ബാലോയം എന്നൊക്കെ പറഞ്ഞ പോലെ പ്രദേശോയം ചോദിച്ചു. അപ്പോ പ്രദേശ അയം അല്ലെ? സമ്പന്നോ ഭവതി, ബാലോ ഗച്ഛതി. ബാലോ ഗച്ഛതി ഒക്കെ പദച്ഛേദം ചെയ്യുമ്പോൾ എന്താകും? ബാലഹ ഗച്ഛതി, സമ്പന്നഹ ഭവതി അല്ലെ? ശുഷ്കാണി അപതൻ. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ളതായ 2 പദങ്ങൾ വരുമ്പോൾ പദച്ഛേദം ചെയ്യുമ്പോൾ 2 പദങ്ങൾ നോക്കി വെക്കണം. ഓൾറെഡി നിങ്ങളൊക്കെ പഠിച്ചതായിരിക്കും അല്ലെ? പിന്നെ വിഗ്രഹം നോക്കിയാൽ, വിഗ്രഹം ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള വിഗ്രഹം സശോകം, ശോകേന സഹ വർത്തതേ, അതാണ് സശോകം. പിന്നെ ഹലധരഹ എന്നുള്ളത് ഹലസ്യധരഹ, അത്ര എഴുതണ്ട്. മറ്റേ ധരതി ഇതി ധരഹ അതൊന്നും എഴുതണ്ട. ഹലധരഹ എന്നുള്ളത് ഹലസ്യധരഹ, അത് മാത്രം പെൻസിൽ കൊണ്ടൊന്ന് അടിയിൽ വരക്കുക കേട്ടോ. അതുപോലെ ദുർദശ, അതെപ്പോഴും ചോദിക്കുന്ന ദുർദശ അല്ല അല്ലെ? ദുഷ്ടമായ ദശ, ദശ പറഞ്ഞ അവസ്ഥ എന്ന അർത്ഥം കേട്ടോ. അപ്പോ മോശം അവസ്ഥയാണെന്ത്? ദുർദശ എന്ന് പറയുക. അതുപോലെ സ്ഥീരപാണിഹി, സ്ഥീരഹ പാണോ യസ്യ സഹ, അതും നോക്കി വെക്കണം. പിന്നീട് എന്താ? സർവം സഹ, അതുപോലെ കാളിന്തി. അതൊക്കെ ഈ 2 പദങ്ങൾ ചെറിയ വിഗ്രഹങ്ങളായതുകൊണ്ട് അതൊക്കെ ചോദിക്കാം. അതുപോലെ 19ാമത്തെ പേജിൽ പറയുന്നുണ്ട് എന്ത്? കാളിന്തിക്കുള്ളതായ പര്യായ കളിന്തജ, സൂരജ. അതുപോലെ ബലദേവഹ എന്നുള്ളതിന് ഏതൊക്കെ ഉള്ളത്, അതൊക്കെ പാഠഭാഗത്തിലുള്ളതാണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് പഠിക്കുക. ബലദേവൻ, അപ്പോ സീരഹ എന്ന് പറഞ്ഞാൽ കലപ്പയാണ് അല്ലെ? കലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്
പാഠപുസ്തകത്തിൽ നോക്കി കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, തൊട്ട് മേലെ കോശമുണ്ട്. അപ്പോ കോശം എന്താണ് മാഷ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ അമ്പാരവം കാണാം 19ാമത്തെ പേജിൽ ഏറ്റവും തൊട്ട് മേലെ അംബാ ഇതിർവഹ തം അമ്പാരവം. അതില് ബലഭദ്രന്റെ പര്യായ പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാളിന്തിന്റെ പറയുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് മക്കൾ നോക്കി നോക്കുക. അതിനുശേഷം 20ാമത്തെ പേജ് നോക്കോ, കുറച്ച് പെട്ടെന്ന് പോകേ. 20ാമത്തെ പേജിൽ ഇത് 10ാം പരീക്ഷയൊക്കെ ചോദിക്കുന്നതാണ് പറഞ്ഞത്. 10ാം ക്ലാസ് ഫുൾ A+ വാങ്ങണം എന്നുള്ളവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. A+ വാങ്ങണം എന്നുള്ളവർ ശ്രദ്ധിക്കുക. A+ വാങ്ങണ്ട എന്നുള്ളവർ എന്ത് ചെയ്യുക, ഇമോജിക്ക് വിളിക്കുക, മെസ്സേജ് ടൈപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങണം ആഗ്രഹിക്കുന്നവരാണല്ലോ. ഓക്കെ. അപ്പൊ ശത്രുപ്രത്യയങ്ങൾ ശാനച്ച് പ്രത്യയങ്ങളാണ്. ഇവിടെ ശത്രുപ്രത്യയങ്ങൾ ഇത്രയേ പഠിക്കണ്ടു. ശാനച്ച് പഠിക്കാൻ നമുക്ക് എന്താണ്, ആന ആന എന്നത് ശാന. ശാനച്ചിന് എന്തുണ്ട്, ക്ലിയർ ആവില്ല, എന്താ ചെയ്യാ? ഫുൾ റേഞ്ച് ഉണ്ടല്ലോ പക്ഷേ ഇവിടെ റേഞ്ച് ഉണ്ടല്ലോ, ഇവിടെ റേഞ്ച് ഉണ്ട്. ക്ലിയർ തീരെ മനസ്സിലാവുന്നില്ല. ഇല്ല കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നു. ആണോ, ഒരു സെക്കൻഡ്. പക്ഷെ ഞാൻ മറ്റൊരു ഫോൺ കയറി നോക്കട്ടെ. പക്ഷെ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ കേൾക്കുന്നില്ല. റേഞ്ചിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അപ്പോ എന്താ പറഞ്ഞത്, സദൃശാനിച്ച പ്രത്യയങ്ങൾ ശ്രദ്ധിക്കണം. 10ാം ക്ലാസ്സിൽ 2 മാർക്ക് ചോദ്യ വാർഷിക പരീക്ഷയ്ക്ക്. അപ്പോ അവിടെ സദൃശാനിച്ച പ്രത്യയത്തില് ശാനച്ചിൽ എന്താണ് പറഞ്ഞത് അല്ലെ, ആന ആന എന്ന് പറയുന്നത് ശാനച്ചായിരിക്കും. വന്ദമാനഹ, കമ്പമാനഹ, വിദ്യമാനഹ, അങ്ങനെ ആന ആന എന്ന് വരുന്നതൊക്കെ എന്താണ്, ശാനച്ച പ്രത്യയങ്ങളായിരിക്കും. അത് പശ്യൻ, പടൻ, ഒക്കെ ശത്രുപ്രത്യയങ്ങളായിരിക്കും. അതൊക്കെയാണല്ലോ, വളരെ സിമ്പിളായ ഒരിതാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോ ശാനച്ച പ്രത്യയം പശ്യൻ എന്ന് പറയുന്നത് ശത്രുപ്രത്യയമായിരിക്കും. ആന ആന വരുന്നത് എന്തായിരിക്കും, ശാനച്ച പ്രത്യയമായിരിക്കും. ഓക്കെ. പക്ഷെ ഇപ്പൊ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഹലോ, കുറച്ച് ക്ലാരിറ്റി കുറവാ? ഇപ്പോഴും ഫുൾ ക്ലാരിറ്റി വേണമല്ലോ. ജീവൻ കയറിയാണ് കേൾക്കുന്നില്ലല്ലേ? ഓക്കെ. അപ്പോ അവിടെ ശത്രുപ്രത്യയം ശാനച്ച പ്രത്യയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ അതൊക്കെയാണ്. പിന്നെ ക്രാന്തം, ലബന്ധം, തുമനം നമുക്കറിയാം, അത് പഠിച്ചിട്ടുണ്ട്. പിന്നീട് നോക്കിയാൽ 20ാമത്തെ പേജിൽ താഴെ ഹൃദയ ശബ്ദയോഗേ പഞ്ചമി കക്ഷ്യായാം മോഹനഃ ഹൃദയ സർവേ സന്ധി. അപ്പോ മോഹനാത് ഹൃദയ എന്ന് വേണം അല്ലെ. പഞ്ചമിയാണ് ഹൃദയ ശബ്ദയോഗേ പഞ്ചമി. ശ്രദ്ധിക്കണം, അത് എങ്ങനെ ചോദിക്കാം, കക്ഷ്യായാം ഡാഷ് ഹൃദയ സർവേ സന്ധി, ബ്രാക്കറ്റിൽ ബാലഹാന്നോ കൃഷ്ണഹാന്നോ എഴുതും അല്ലെ. അപ്പോൾ നമ്മൾ അതിന്റെ പഞ്ചമി എഴുതണം, ബാലാത്ത് ഹൃദയ എന്ന് എഴുതണം. ഓക്കെ. അതിവിടെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്, അതൊന്ന് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ. ഇനി അടുത്ത് നോക്കിയാൽ അടുത്ത പാഠത്തിലേക്ക് പോയിക്കോ. പെട്ടെന്ന് നമുക്ക് 13ാമത്തെ പേജില് കൃഷ്ണമരിയസ്യ യവനപ്രിയം ഇതി നാമാന്തരം, അതായത് ആ മഞ്ഞ പെയിന്റ് ഉള്ളതായ ഒരു പേജ് കാണാം. അതിൽ 1, 2,
3, 4, 5. ആറാമത്തെ വരിയില് കൃഷ്ണമരിയ സേവനപ്രിയം, അതിന്റെ താഴെ ഒരു വര വരച്ചോ. അപ്പൊ യവനപ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണപരിചയം അല്ലെ? കുരുമുളകിനാണ് യവനപ്രിയം എന്ന് പറയുക. അത് കാരണം നമ്മളെ പരീക്ഷ അക്ഷരങ്ങൾ മാറ്റിയിട്ട് ചോദിക്കും. അക്ഷരങ്ങൾ ഇവിടെ ആക്കിയിട്ട് പദം കണ്ടാൽ പറയും. അപ്പൊ ഇതിൽ ഈ കൃഷ്ണമരിയം യവനപ്രിയം ഒക്കെ ചോദിക്കാം. അപ്പൊ അതൊന്ന് നോക്കണം. പിന്നെ അതേപോലെ തന്നെ അതിന് തൊട്ട് താഴെ ആമുഖത്തില് ധന്വന്തരി നിഘണ്ടു, നാലാമത്തെ വരിയിൽ താഴെ എണ്ണിയാൽ നാലാമത്തെ വരിയിൽ ധന്വന്തരി നിഘണ്ടു എന്നുള്ള അടിയിൽ വരക്കുക. മദനപാടല നിഘണ്ടു, ഭാവപ്രകാശ നിഘണ്ടു, ദ്രവ്യഗുണ സംഗ്രഹം, അതൊക്കെ വൈകാട്ടാക്കാനല്ല, അതൊക്കെ എന്ത് ചെയ്യുന്നു അടിയിൽ വരക്കുക. ഇതൊക്കെ അക്ഷരങ്ങൾ തന്നിട്ട് നിങ്ങളോട് ഒരു പദം ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അക്ഷരം വായിക്കുമ്പോൾ ഇതാണെന്ന് മനസ്സിലാവണം. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തോ. 24-ാമത്തെ പേജ്. ഹോർത്തൂസ് മലബാറിക്കൂസ്, അത് ഏതുമായി ബന്ധപ്പെട്ടതാണ് ചോദിക്കും. അപ്പൊ എന്താണ്? മലബാറിലെ സസ്യങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെ? അത് പ്രസാദ ശബ്ദം ഉണ്ടാക്കുന്നവരെ ഔട്ടാക്കി, നമുക്ക് 10 മിനിറ്റുകൾ മതി, പഠിക്കുന്നവർ മതി, ഇല്ലാത്തവർ വേണ്ട. അപ്പോ എന്താണ്? ഹെൻറിക്ക് വാൻ റീഡ് ആണ് എന്ത് ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എഴുതിയത് എന്ന് ഈ 2 പ്രാവശ്യം വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ അതിൽ കിട്ടും. ഇപ്പൊ മലബാർ പ്രദേശത്തെ ഉദ്യാനം എന്നാണ് എന്ത് ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നതിന്റെ അർത്ഥം. അപ്പൊ അതൊന്ന് നോക്കുക. പിന്നെ അതിൽ തന്നെ നമ്മൾ നോക്കിക്കോ, ഈ 25-ാമത്തെ പേജിൽ ഏറ്റവും മേലെ ഇട്ടി അച്യുതൻ കോലാട്ട് വൈദ്യൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇട്ടി അച്യുതൻ കോലാട്ട് വൈദ്യൻ, പെൻസിൽ കൊണ്ട് അതിന്റെ അടിയിൽ വെച്ചോ. ഓക്കെ. മാഷ് ഒന്ന് ഔട്ടായിട്ട് വന്ന വേണം, കുറച്ചു നേരം ഞാൻ വേണം പറയാം. മാഷ് ഒന്ന് പുറത്തേക്ക് പോയിട്ട് പോരി, അതിന്റെ ബാക്കി വേണം ഞാനൊന്ന് 2 വേണം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ പ്രസാദ് മാഷേ? അതെ, ക്ലിയർ. മക്കളെ, അതുപോലെ തന്നെ മാഷിപ്പം പറഞ്ഞ അതിനോട് തുടർന്നുകൊണ്ട് തന്നെ പറയാണ്, നമ്മുടെ വിഭക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓരോ വിഭക്തിയും നമ്മൾ ഓർമ്മിക്കണം. വിഭക്തിയായി ബന്ധപ്പെട്ട് വിവിധ രീതിയിൽ ചോദ്യങ്ങൾ നമുക്ക് വരും. ഒന്ന്, നമ്മുടെ വിഭക്തി പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് ദ്വിതീയ മുതൽ നമ്മളൊന്ന് ഓർമ്മിക്കുക. ഇപ്പോ ബാലഹ ബാലൗ ബാലാഹ, ബാലം ബാലൗ ബാലാൻ, അഹം ബാലം പശ്യാമി. ബാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദ്വിതീയ വിഭക്തി വരും എന്ന് നമ്മൾ ഓർമ്മിക്കുക. അതുപോലെ ബാലം എന്ന് പറഞ്ഞാൽ ദ്വിതീയ വിഭക്തി ആവുന്നത് പോലെ തന്നെ അത് തൃതീയ വിഭക്തിയിലേക്ക് വരുന്ന സമയത്ത് കുട്ടിയോട് കൂടെ ഒരാൾ പോകുന്നു എന്ന് നമുക്ക് എഴുതണം. അപ്പോ ബാലേന സഹ അനുജഹ വിദ്യാലയം ഗച്ഛതി. ഒന്ന് നിങ്ങളതൊന്ന് നോട്ട് ചെയ്യുക. ഒന്ന് ബാലഹ ഗച്ഛതി, പിന്നെ ബാലം പശ്യതി, മൂന്നാമത്തെ ബാലേന സഹ. അപ്പൊ സഹ എന്നൊരു വാക്കില് കൂടെ ഉണ്ടെങ്കിൽ, സഹ എന്ന് കൂടെ ഉണ്ടെങ്കിൽ, നമ്മളോടിപ്പോ പരീക്ഷയ്ക്ക് ഒരു വാക്ക് തന്നിട്ട് ബാലഹ സഹ അനുജഹ വിദ്യാലയം ഗച്ഛതി എന്ന് തന്നാൽ അവിടെ ബാലഹ എന്നുള്ളതിന്റെ അടിയിൽ അടി വരയിട്ടിട്ടുണ്ടാവും. അടി വരയിട്ടിട്ട് നിങ്ങളോട് പറയും അധോരേഖാങ്കിത പദം പരിഷ്കൃത്യ വാക്യം ശുദ്ധീകരോതു എന്നൊരു ചോദ്യം തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അടിവരയിട്ട വാക്യത്തെ ശുദ്ധീകരിക്കുക. അങ്ങനെ ശുദ്ധീകരിക്കുമ്പോ ബാലഹ സഹ അനുജഹ വിദ്യാലയം ഗച്ഛതി എന്ന് പറഞ്ഞാൽ ബാലഹ എന്നുള്ളത് എങ്ങനെയാണ് മാറ്റുക എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ മനസ്സിൽ? സഹ എന്ന് വരുന്ന സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ബാലേന സഹ. ഗുഡ്. അപ്പൊ ബാലേന സഹ എന്ന്, അപ്പൊ സഹ വരുന്ന സമയത്ത് ബാലേന എന്ന് വന്നു. അപ്പോ സഹ വരുന്ന സമയത്ത് അങ്ങനെ ബാലേന, കൃഷ്ണേന, രാമേന എന്ന് വരും. നമ്മളൊന്ന് ഓർമ്മിക്കുക. അപ്പൊ അതുപോലെ തന്നെ നർമ്മ റെഡിയായോ? ഇപ്പൊ ക്ലിയർ ആണ്. ഇത് ഒന്നും കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ ബാലേന സഹ എന്ന് പറഞ്ഞു. ഇനി മക്കളെ അടുത്തൊരു സാധനം കൂടി ബാലേന എന്ന് കഴിഞ്ഞിട്ടാകുമ്പോ
അടുത്തത് ബാലഹ ബാലോ ബാലാഹ ബാലം ബാലോ ബാലാൻ ബാലേന ബാലാഭ്യം ബാലേഹി. മൂന്നാമത്തെ കഴിഞ്ഞു. ബാലായ എന്നാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോ പിന്നെ ബാലായ ഗുരുഹു വിദ്യാം ദദാതി. ഗുരുഹു ബാലായ വിദ്യാം ദദാതി. ബാലായ എന്ന് പറയുമ്പോൾ അവിടെ ചതുർത്ഥി വിഭക്തിയാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇനി അതേ ചതുർത്ഥി വിഭക്തി നമുക്ക് പൂരിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, നമ്മൾ നേരത്തെ പിന്നെ തൃതീയ ചോദിച്ചതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. ബാലാത്ത്, ബാലാത്ത്, വൃക്ഷാത്ത്. അതേതാ വിഭക്തി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പഞ്ചമിയാണ്. വൃക്ഷാത് പതതി, വൃക്ഷാത് പതതി. അപ്പൊ വൃക്ഷ ഫലം പതതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൃക്ഷ എന്നുള്ളതിന്റെ അടിയിൽ വരയിട്ടിട്ടുണ്ടെങ്കിൽ മക്കളോട് മാറ്റി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഉചിതമായ രീതിയിലേക്ക് മാറ്റി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? വൃക്ഷാത് എന്നാക്കും ഇല്ലേ? വൃക്ഷ എന്നുള്ളത് വൃക്ഷാത് എന്നാക്കും. വൃക്ഷാത് ഫലം പതതി. അപ്പൊ വൃക്ഷാത് എന്നുള്ളത് പഞ്ചമിയാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ അതുപോലെ വൃക്ഷാത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വൃക്ഷാത് പഞ്ചമി എന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പൊ അതിനെ ഇപ്പൊ തൃതീയക്ക് നമ്മൾ സഹ എന്ന് പറഞ്ഞു. തൃതീയക്ക് സഹ എന്ന് പറഞ്ഞതുപോലെ വൃക്ഷാത്. ഹസ്തം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ എഴുതുക മക്കളെ? ഹസ്തം എന്ന് തന്നെ അടിവരയിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹസ്തം ലേഖനി പദ്ധതി എന്ന് തന്നു. എന്തെഴുതും? ആർക്കെങ്കിലും അറിയുമെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോ. ഹസ്താദ്. ഹസ്താദൃതേ അല്ലെ? ഹസ്താദ്, ഹസ്താദ് എന്ന് പറയും. ഓക്കെ. അതുപോലെ അടുത്തത് ഋതേ എന്നുള്ള പ്രയോഗം വരുന്ന സമയത്ത് ശ്രദ്ധിക്കണേ. ഋതേ എന്നുള്ള പ്രയോഗം വരുന്ന സമയത്ത് ഋതേ എന്നുള്ള പ്രയോഗം നേരത്തെ സഹ എന്ന് പറഞ്ഞതുപോലെ പായസം ഋതേ സർവമസ്തി ഒന്ന് ഓർമ്മിക്കുക. പായസം ഋതേ സർവമസ്തി. അപ്പോ പായസം എന്നുള്ളതിന്റെ അടിയിൽ വരേണ്ടെന്ന് വിചാരിച്ചോ, എന്താ നമ്മൾ എഴുതുക? പായസാദൃതേ സർവമസ്തി. അതുപോലെ ജലം എന്നാണെങ്കിലോ ജലാദൃതേ. ഓക്കെ. അങ്ങനെ നമ്മള് ഒന്ന് ഓർമ്മിച്ചിട്ട് പിന്നെ ചെയ്യുക. അതുപോലെ ഷഷ്ടി വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഷഷ്ടി എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു സാധനമായിരിക്കും ഷഷ്ടി. ബാലകഃ ബാലകസ്യ അല്ലേ? കൃഷ്ണഃ കൃഷ്ണസ്യ, കൃഷ്ണന്റെ, രാമന്റെ, ബാലകന്റെ എന്നൊക്കെ പറയുന്നതാണ് ഷഷ്ടി വിഭക്തി അല്ലേ? അത് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ ഞാനൊരു വാക്ക് പറയാം, ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. വിദ്യാലയഃ നാമ വാണിവിലാസം. വിദ്യാലയഃ നാമ വാണിവിലാസം. അപ്പൊ വിദ്യാലയഃ എന്നുള്ളതിന്റെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത്. അതിനെ മാറ്റി എഴുതണം. എങ്ങനെ എഴുതുക? വിദ്യാലയസ്യ നാമ. നിങ്ങൾ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള വിഭക്തിയോടൊപ്പം ചേരുന്ന വാക്കുകള് അത് വരുന്ന സമയത്ത് എങ്ങനെയാണ് വിഭക്തി മനസ്സിലാക്കുക എന്നുള്ളത് ഒന്ന് നമ്മൾ ഓർമ്മിക്കണം. നാരായണ മാഷേ റെഡിയാണോ? ഓക്കെ മാഷെ, കേൾക്കുന്നുണ്ടോ ഇപ്പോ? ഒന്ന് അവർക്ക് ഇത് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ആ ഋതേ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതും കൂടി ആയ മാഷ് അങ്ങ് ക്ലിയർ ചെയ്തിട്ടങ്ങ് തുടങ്ങിക്കോ. ഓക്കെ. മക്കളെ, ഹൃദയ ശബ്ദയോഗ പഞ്ചമി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോ ഹൃദയ എന്ന് വരുമ്പോൾ പഞ്ചമി വിഭക്തി ഉപയോഗിക്കണം. അപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞു കഴിഞ്ഞു, ഭോജനെ ഡേഷ് ഹൃദയ സർവം അസ്തി. എന്താ അർത്ഥം? ഭോജനത്തില്, ഭക്ഷണത്തില് ബ്രാക്കറ്റിൽ പായസം ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ ഭോജനെ പായസാത് ഹൃദയ, പായസം കൂടാതെ ബാക്കിയെല്ലാം ഉണ്ട്. ഹൃദയ എന്ന് പറഞ്ഞാൽ കൂടാതെ, ഒഴികെ എന്നുള്ള അർത്ഥം വരും. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഋതേ എന്ന് ശബ്ദം പ്രയോഗിക്കുമ്പോൾ അവിടെ എന്ത് വേണം? പഞ്ചമി വിഭക്തി ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രേ അതിൽ ഉപയോഗിക്കാനുള്ളൂ. ഇനി നമുക്ക് വീണ്ടും പാഠത്തിലേക്ക് വന്നോ. 25-ാമത്തെ പേജ് എടുത്തല്ലോ. അതിൽ നമ്മൾ ഇട്ടി അച്യുതൻ കോലാട്ട് വൈദ്യൻ അടിയിൽ വരച്ചല്ലോ, പെൻസിൽ കൊണ്ട് വരച്ചു. ഇനി അതിൽ ചൊൽകേട്ട പുസ്തകം എന്നുള്ളത് കൂടി ഒന്ന് അടിയിൽ വരക്കണം. ചൊൽകേട്ട പുസ്തകം. അത് കഴിഞ്ഞാൽ അച്യുതേമിയ, അതായത് ഈ ഇട്ടി അച്യുതന്റെ പേര് ഓർമ്മിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വൃക്ഷത്തിന് എന്ത് പേര് നൽകിയിട്ടുണ്ട്? അച്യുതേമിയ എന്ന പേര് നൽകിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അച്യുതേമിയ എന്നതിന്റെ താഴെ ഒരു വര വരക്കുക. ഓക്കെ അല്ലേ? അടുത്ത 26-ാമത്തെ പേജ്. പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. 9 മണിക്ക് മറ്റൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് 8:15. അപ്പോൾ ഇവിടെ പദച്ഛേദം ഗ്രന്ഥ ഏവ. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു പദം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഗ്രന്ഥ ഏവ എന്ന് എഴുതി വെക്കും. അപ്പോൾ ഗ്രന്ഥേ ഏവ ാണ് ഗ്രന്ഥ ഏവ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പെൻസിൽ കൊണ്ട് ഒന്ന് ടിക്ക് ചെയ്തോ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 4-5 എണ്ണം. കൽപ്പവൃക്ഷ ഇരി, കൽപ്പവൃക്ഷ ഇരി വിസർഗുണ്ട്. അതുപോലെ അത് 5 എണ്ണം ഒന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ വായിച്ചു നോക്കണം, അത്രേ വേണ്ടു കേട്ടോ. ഇതൊന്നും ഇരുന്ന് പഠിക്കേണ്ട കാര്യമല്ല, കാരണം നിങ്ങൾക്ക് അറിയുന്നതാണ്. പിന്നെന്താ? ശാസ്ത്രാന്തരം. അന്യത് ശാസ്ത്രം ശാസ്ത്രാന്തരം. അന്യത് നാമം നാമാന്തരം. അന്യത് ദേശം ദേശാന്തരം. ഇതൊക്കെ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിൽ വെക്കുക. സചിത്രം. ചിത്രേണ സഹവർത്തതേ. സകുടുംബം. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ക്ഷണിക്കുമ്പോൾ അങ്ങനെ പറയാറില്ലേ? സകുടുംബം വരണം. എന്താ അതിന്റെ അർത്ഥം? കുടുംബത്തോടു കൂടി വരണം എന്നാ പറയുന്നത് അല്ലേ. അപ്പൊ എന്താ, എങ്ങനെ വിഗ്രഹിക്കുക? കുടുംബേന സഹവർത്തതേ ഇതി സകുടുംബം. അതുപോലെ വിനയേന സഹവർത്തതേ ഇതി സവിനയം. സന്തോഷേണ സഹവർത്തതേ ഇതി സസന്തോഷം. ഓക്കെ ആണല്ലോ. അപ്പോ പിന്നീട് എന്താ? വിജ്ഞാനം അല്ലെ. വിശിഷ്ടം ജ്ഞാനം വിജ്ഞാനം. അതൊന്ന് ശരിട്ടോ, അതൊക്കെ ചോദിക്കുക. അതുപോലെ ഗ്രന്ഥതല്ലജഹ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ചോദിച്ചാണ്. പ്രശസ്ത ഗ്രന്ഥ ഗ്രന്ഥതല്ലജഹ. പ്രശസ്ത ഗ്രന്ഥ ഗ്രന്ഥതല്ലജഹ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 27-ാമത്തെ പേജിൽ മക്കൾ നോക്കിയാൽ സസ്യങ്ങളും ആ സസ്യങ്ങളുടെ ഗുണങ്ങളും. ഞാനിവിടെ പറയുന്നില്ല, കാരണം നിങ്ങൾ നോട്ടിലുണ്ട് അത് എഴുതിയിട്ട്. നോട്ടിലില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കണം, കാരണം ആ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് തിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഉണ്ടാവും അല്ലേ. നിംബഹ വ്രണനാശക, ആമലി, ശക്തിവർദ്ധകം അല്ലേ, ഊർജപ്രദായിനി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാകും. തുളസി വിഷഹാരിണി. ഹരിദ്ര പറഞ്ഞ മഞ്ഞളാണ്. മഞ്ഞളും വിഷഹാരിണി. അതൊന്നും എഴുതിയെടുക്കണ്ടാവരും കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിച്ച, അപ്പോൾ അതൊന്നും നോക്കി വെക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അതിൽ തന്നെ യഥോചിതം യോജേത എന്ന് കാണാം അല്ലേ. അവിടെ പിന്നെ ഇട്ടി അച്യുതൻ കോലാട്ട് വൈദ്യൻ. കൃഷ്ണമൈ യവനപ്രിയം. അതുപോലെ ദ്രവ്യഗുണ സംഗ്രഹ. ഇതാണ് എന്ത്? വൈദ്യശാസ്ത്രകോശം അല്ലേ. ഊർജപ്രദായിനി എന്നുള്ളത് ആമലകി. കെൻഡ്രിക് വാൻ റീഡ്. ദേശീയ. അത് നിങ്ങൾ അഗ്നിത്രാതൻ. ആരാ അഗ്നിത്രാതൻ? ആരാ? മ്യൂട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ പുറത്തു പോയിക്കോ. അഗ്നിത്രാതൻ. ഓക്കെ. അപ്പൊ അതായ മക്കളെ അടുത്ത് നോക്കിയാൽ ഇനി ഉപസർഗങ്ങൾ. നമ്മൾ ഉപസർഗങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ആ ഉപസർഗങ്ങൾ നമുക്കറിയാം. ഇപ്പോ എന്താണ്? പ്ര എന്നുള്ളത് എന്താണ്? ഉപസർഗാണ് അല്ലെ. പ്ര. ഗച്ഛതി എന്നുള്ളത് ആ എന്ന ഉപസർഗം ചേർക്കുമ്പോൾ ആഗച്ഛതി എന്ന് വരും. അപ്പോ പ്ര, പര, ആ എന്നൊക്കെ ഉള്ളത് ഉപസർഗങ്ങളാണ്. ഉപസർഗം 22 വിധത്തിലുണ്ട്. അതധികം നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയില്ല, കാരണം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അത് പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾ വേണ്ടത് ഈ 30-ാമത്തെ പേജിൽ ശബ്ദകോശം. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. എല്ലാ അർത്ഥവും ഒന്ന് പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ 32-ാമത്തെ പേജിലേക്ക് പോയാൽ
ഈ 32ാമത്തെ പേജിൽ നേരത്തെ മഹാകാവ്യങ്ങളുടെ കർത്താക്കന്മാരെയൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. കാളിദാസനെ പറ്റിയൊക്കെ ഇവിടെയാണ് ചോദ്യം. ഇവിടെ കാവ്യദീപശിഖ, ഇത് അക്ഷരങ്ങൾ തന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പദമുണ്ടാക്കാൻ പറയാം. അപ്പോൾ ആ കാവ്യദീപശിഖയുടെ അടിക്കൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് വരക്കുക. കൈരളി ഹാസ്യ സാമ്രാജ്യ കഹ എന്ന് വെച്ചാൽ സഞ്ജയ് എന്നാണ് ഉത്തരം. അത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് കൈരളി ഹാസ്യ സാമ്രാജ്യ കഹ? അടിയിലൊരു വര വരച്ചു. ഓക്കെ. ഇനി അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആമുഖം നോക്കണേ. ആമുഖത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു. നോക്കിയാൽ ഛത്രഭാരവിഹി ഗണ്ഡാമാഘ. ഇപ്പോൾ മാഘന്റെ മറ്റൊരു പേരാണ് എന്ത്, ഒരു വിശേഷണമാണ് എന്ത്, ഗണ്ഡാമാഘൻ. കാളിദാസന്റെ ഒരു വിശേഷണമാണ് ദീപശിഖ കാളിദാസൻ. ഇപ്പോ ദീപശിഖ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് ചോദിച്ചാൽ കാളിദാസൻ എന്ന് പറയണം. അതിന്റെ അടിയിൽ വരക്കണം. ഛത്രഭാരവിഹി അതിന്റെ അടിയിൽ നിന്ന് വരച്ചോ. ഗണ്ഡാമാഘന്റെ അടിയിൽ നിന്ന് വരച്ചോ. പിന്നെ നൈഷധീയ ചരിതത്തെ പറ്റിയിട്ടുണ്ട്. വിദ്വദൌഷധം, നൈഷധം ഡാഷ് വിദ്വദൌഷധം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്താ, വിദ്വാൻമാർക്ക് ഔഷധമാണെന്ത്, നൈഷധീയ കാവ്യം, മഹാകാവ്യം. ശ്രീഹർഷന്റേതാണ് അല്ലെ, നേരത്തെ ചോദിച്ചു അത്. അപ്പോ നൈഷധീയ ചരിതത്തെ പറ്റി അങ്ങനെയുണ്ട്. അപ്പോ ചോദ്യം എങ്ങനെ വരും, വിദ്വദൌഷധം കിം. ഇപ്പൊ എന്താണ്, നൈഷധീയ ചരിതം എന്ന് എഴുതണം. അപ്പൊ അതിന്റെ അടിയിൽ നിന്ന് വരക്കുക. ഇതിനൊരു 4-5 ചോദ്യങ്ങൾ വരാം കേട്ടോ. അപ്പൊ അതൊന്ന് എഴുതി വെക്കണം. ഇപ്പൊ ദീപശിഖ കാളിദാസഹ, ദീപശിഖ കാളിദാസൻ എന്ന് പ്രസിദ്ധമായത് ഏത് മഹാകാവ്യത്തിലൂടെയാണ് എന്ന് ചോദിക്കാം. അപ്പൊ ഇതാണ് രഘുവംശമാണ്. ഓക്കെ. ഇപ്പൊ രഘുവംശം എന്ന മഹാകാവ്യത്തിലൂടെയാണ് എന്തായത്, ദീപശിഖ എന്ന പേര് അദ്ദേഹത്തിന് വന്നത്. ഇനി അടുത്ത 34ാമത്തെ പേജിലേക്ക് നേരെ മറിച്ചോ. അപ്പോ 34ാമത്തെ പേജിൽ നോപദേശ, നോപദേശ ന ഉപദേശ എന്നാൽ നോപദേശ അല്ലെ. ലേപേന്ദ്രം ലേപേ അന്തരം. പിന്നെ അവിടെ ചോദിക്കുന്നത് എന്താ, അവിടെ ഏകദേശം അത്രയേ ഉള്ളൂ. പിന്നെ വിദർഭാധിപതി, വിദർഭസ്യ അധിപതി, അത്രയേ ഉള്ളൂ. വിദർഭാധിപതി എന്നുള്ളത് വിദർഭസ്യ അധിപതി. ആ വിദർഭാധിപതേഹ എന്നാ ചോദിച്ചെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വിദർഭസ്യ അധിപതേഹ എന്ന് എഴുതിയാൽ മതി. ഇത്ര വിശദീകരിക്കേണ്ട. വിദർഭസ്യ അധിപതേഹ എന്ന് പറഞ്ഞാലും വിദർഭാധിപതേഹ എന്ന് കിട്ടി. ഇപ്പോ നക്ഷത്രനാഥാംശു, നക്ഷത്രാണാം നാഥ, നക്ഷത്രനാഥ തസ്യ അംശു. അതിന് വേറെ തരത്തിൽ എന്ത് എഴുതാം, നക്ഷത്രനാഥസ്യ അംശുഹു എന്ന് ചുരുക്കി എഴുതാം. നക്ഷത്രനാഥസ്യ അംശുഹു. അത് കുറച്ച് വലുതായതുകൊണ്ട് അത് ചോദിക്കൂല. 36ാമത്തെ പേജ് നോക്കണേ. ദീപശിഖ ഇവ, അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദീപശിഖേവ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ. അതുപോലെ പതിംവര ചോദിച്ചതാണ്. പതിംവര പതിം വൃണീതേ യാസ, അതിന്റെ ഒറ്റപ്പദം എന്താണ് ചോദിക്കും. അതുപോലെ ഭൂമി പാലഹ, ഭൂമിം പാലയതി, അത് രണ്ടും ടിക്ക് ചെയ്യുക. അടുത്തത് 37ാമത്തെ പേജിൽ താഴെ സഹകാരം ഏത്യ അല്ലെ. സഹകാരം ഏത്യ എന്നുള്ളതും അതും ഒന്ന് നോക്കുക. പിന്നെ 38ാമത്തെ പേജ് മറിച്ചോ. വൃക്ഷാന്തരം അല്ലെ. അന്യഹ വൃക്ഷ, നമ്മൾ ദേശാന്തരം നാമാന്തരം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതേപോലെ ഇത് ഷഡ്പദാളി, ഷഡ്പദാനാം ആളി. പാഠപുസ്തകം നന്നായിട്ട് വായിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് വായിക്കുക. അതുപോലെ ശ്രദ്ധിച്ച് പരീക്ഷ തെറ്റാതെ എഴുതുക. പിന്നെ 39ാമത്തെ പേജില് ഗുണൈശ്ച, ഗുണൈഹി ച. പിന്നെ വിനയപ്രധാനൈഹി അല്ലെ. വിനയ പ്രധാനം ഏഷാം തൈഹി. അത്ര വലുത് വരാറില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. കാരണം എവിടെ നിന്നും ചോദിക്കാലോ. ആയല്ലോ. ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 41ാമത്തെ പേജില്. 41ാമത്തെ പേജില് പ്രഭേദേ, പ്രഭേദേ എന്നുള്ളത് ഏത് ലകാരമാണ്? ലിട്ടാണ്, ലിട്ട്. പ്രഭേദേ എന്നുള്ളത് ലിട്ടാണ്. വ്യതീയായ എന്നുള്ളത് ലിട്ടാണ്. അതുപോലെ വൃണീസ്വ എന്നുള്ളത് എന്താണ്? ലോട്ടാണ്. അപ്പൊ ക്രിയാപദങ്ങളുടെ ലകാരം ഒന്ന് നോക്കി വെക്കണം. 42ാമത്തെ പേജില് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 42ാമത്തെ പേജ് നമുക്ക് ഒരു ചോദ്യം ഉറപ്പിക്കാം. 42ാമത്തെ പേജില് ദ്വിമഹാകാവ്യ, കാളിദാസന്റെ 2 മഹാകാവ്യങ്ങള്, രഘുവംശം, കുമാരസംഭവം, 3 നാടക, ത്രീണി നാടകാനി, അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം.
രണ്ട് ഖണ്ഡകാവ്യങ്ങളൊന്ന് ഋതുസംഹാരം, മറ്റേ സന്ദേശകാവ്യമാണ് മേഘദൂതം അല്ലെ മേഘസന്ദേശം. അത് നിങ്ങൾ എഴുതൊന്നും വേണ്ട, ഇതിലുണ്ട്, ടിക്ക് ചെയ്താൽ മതി. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം എന്താ, ഓരോരാളുടെ വിശേഷണങ്ങൾ അല്ലേ. കാളിദാസന്റെ ദീപശിഖ കാളിദാസൻ, ഭവഭൂതിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ശ്രീകണ്ഠൻ, ചക്രഭാരവി ഭാരവി, ഗണ്ഡാമാകൻ അല്ലെ. അപ്പോൾ ഗണ്ഡ എന്ന പ്രസിദ്ധം ആർക്കാണ്? മാഘനാണ്. മാഘന്റെ കാവ്യം ഏതാണ്? ശിശുപാലപദം. പിന്നെ തുരങ്കവാണൻ, ഇന്ദുമുരാരി. അത് മുരാരി ചോദിക്കാൻ സാധ്യതയില്ല, എങ്കിലും ഒരു ഇന്ദുമുരാരി അങ്ങ് പഠിച്ചു വെച്ചോ, കുഴപ്പമില്ലല്ലോ. ഇനി 43-ാമത്തെ പേജിലേക്ക് നമുക്ക് പോകാം. 5-ാമത്തെ പാഠം എത്തിയിട്ടില്ലേ? അപ്പോ സഞ്ജയന്റെ പാഠാണ്, അത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. 43-ാമത്തെ പേജിൽ പ്രത്യേകിച്ചൊന്നുമില്ല. 44-ാമത്തെ പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിച്ചാൽ മാത്രം മതി. അത് വായിച്ച് വരുമ്പോൾ അതിലെന്തെങ്കിലും അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിൽ എന്താ പറയേണ്ടത്, സഞ്ജയൻ എങ്ങനെയുള്ള ആളാണെന്ന് ചോദിക്കും അല്ലെ. ഹാസ്യ സാഹിത്യകാരനാണ് സഞ്ജയൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? എം.ആർ. നായർ. അത് ഓർമ്മിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് 45-ാമത്തെ പേജിൽ മേലേന്ന് 1, 2, 3, 4 മൂന്നാമത്തെ വരി ലാസ്റ്റ്. പശ്ചാത് പ്രസിദ്ധസ്യ തസ്യ യഥാർത്ഥ നാമ മാണിക്കോത്ത് രാമുണ്ണി നായർ. അതൊന്ന് അടിയിൽ വരച്ചോ. വരച്ചു അല്ലെ, മാണിക്കോത്ത് രാമുണ്ണി നായർ. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ ഒക്കെ പ്രധാന കൃതികൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് അത് നോട്ട് ചെയ്യണം കേട്ടാ. അത് പഠിക്കാനുള്ള വിഷയമായതുകൊണ്ട് ഹാസ്യാഞ്ജലി, ആദ്യോപഹാരം എന്നൊക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തത് എന്താണ് നോക്കൂ. അടുത്തത് 46-ാമത്തെ പേജിലേക്ക് വരുമ്പോൾ ദുഃഖഭൂയിഷ്ടം അതിശയേന അല്ലെ, പിന്നെ ഇതിലെ ദുഃഖൈഹി ഭൂയിഷ്ടം മാത്രമേ പഠിക്കുന്നത്. അപ്പൊ ദുഃഖഭൂയിഷ്ടം എന്നുള്ളതിന്റെ വിഗ്രഹം എന്താണ്? ദുഃഖൈഹി ഭൂയിഷ്ടം മാത്രം അതിശയം പഠിക്കണ്ട. പിന്നെ രാജയക്ഷ്മണ, യക്ഷ്മാണാം രാജ, ഇമ്പോർട്ടൻ്റ് ആണ്. രാജയക്ഷ്മ ക്ഷയം അല്ലെ. പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, താഴെ കുറെ ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട്, അവരുടെ തൂലികാനാമം. അത് നിർബന്ധമായിട്ടും അതിൽ നിന്നൊരു ചോദ്യം വരും. അതുപോലെ ഇ.വി. കൃഷ്ണപിള്ളയെ പറ്റിയിട്ട് 47-ാമത്തെ പേജിൽ ഈ പിന്നെ തൂലികാനാമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ പാഠത്തിൽ പറഞ്ഞ തൂലികാനാമൊക്കെ നിങ്ങൾ പഠിക്കണം. അതൊക്കെ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ 47-ാമത്തെ പേജിലുള്ളതായ ആ ജീവനചരിതം അല്ലെ, പിന്നെ ഇ.വി. കൃഷ്ണപിള്ളയുടെ ജീവചരിത്രമാണ്. അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ. പിന്നീടുള്ളത് വർഷം എഴുതാനാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 47-ാമത്തെ പേജ് താഴെ അതാ ആ സംഖ്യ എഴുതാൻ പഠിക്കണമെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. 1984 അല്ലെ. ചതുരശീത്യധിക ഏകോനവിംശതിശതം. അടുത്ത നോക്കിയാൽ 1947 എങ്ങനെയാ പറയാന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ മതി കേട്ടോ. ഞാനിപ്പോ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ കുറെ ആൾക്കാർ മിടുക്കൻ വേണ്ടി നിങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ക്ലാസ് നീങ്ങൂല. അപ്പോൾ എങ്ങനെ പറയാ? സപ്തചത്വാരിംശത്യധിക 900 എന്നും പറയാ, 900 സഹസ്രം എന്നും പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണേ. 1920 ആണ് എന്ന് വിചാരിക്കൂ. 1920 ആണ്. അപ്പൊ 20 എന്താ പറയാ? വിംശതിയാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ വിംശത്യധിക 900 സഹസ്രം എന്ന് പറയും. ഇനി 1930 ആകുമ്പോഴോ 30-ന് ത്രിംശത് എന്നാണ് പറയുക. മക്കളെ ശ്രദ്ധിക്കണേ, അത് 30-ന് ത്രിംശത് എന്ന് പറയും. അപ്പോൾ ത്രിംശത്യധിക എന്ന് വേണ്ട. ഇപ്പോൾ നിങ്ങൾ ഒരു മാർക്കങ്ങ് പോകും. എന്തേ വേണ്ടു? ത്രിംശതധിക എന്നേ വേണ്ടു. ത്രിംശതധിക 900 സഹസ്രം. മനസ്സിലുണ്ടാവല്ലോ. വിംശതിയാണെങ്കിൽ തീ ആണെങ്കിൽ തീ പ്ലസ് ആ ത്യാ എന്ന് വരും. അപ്പോ വിംശതി പ്ലസ് അധിക വിംശത്യധിക, ത്രിംശത് പ്ലസ് അധിക ത്രിംശതധിക. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒന്നാണത്. അപ്പൊ അതൊന്ന് മക്കൾ ശ്രദ്ധിക്കണം. അപ്പോ വർഷം പറയാൻ നിങ്ങൾക്ക് അറിയും. അതൊക്കെ അറിയുന്നതുകൊണ്ടാണല്ലോ നിങ്ങളെ സെലക്ട് ചെയ്തത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് പിന്നെ
51 പേജ് എടുത്താൽ 51 ഭഗവതജ്ജുകം അല്ലെ, അവിടെയാണ് നമ്മളെ രൂപകങ്ങള് 10 രൂപകങ്ങളുണ്ട്. അതിലൊന്നാണ് എന്ത്? പ്രഹസനം. ഇപ്പൊ പ്രഹസനം എന്താണ്? ഹാസ്യരസപ്രധാനാണ്. അത് നമുക്ക് ഈ ഭഗവതജ്ജുകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചിരിയല്ലേ വരില്ല അല്ലേ? ഒരു തമാശയാണ്, ഫുള്ള് തമാശയാണ്. അപ്പൊ ഈ പ്രഹസനങ്ങള് ഒക്കെ എന്താണ്? അപ്പൊ ചിലപ്പോ അങ്ങനെ ചോദിക്കാം, ഹാസ്യരസപ്രധാനം രൂപകം കിം, ഏതാണ്? പ്രഹസനമാണ്. അതുപോലെ ഭഗവതജ്ജുകം കസ്മിൻ രൂപകേ ഭവതി, പ്രഹസനാണ്. ഭഗവതജ്ജുകസ്യ കർത്താക്കഹ, ബോധായനൻ. അതുപോലെ മത്തവിലാസ പ്രഹസനത്തിന്റെ കർത്താവരാണ്? മഹേന്ദ്ര വിക്രമൻ. അപ്പൊ പെൻസിൽ എടുത്തോ, പെൻസിൽ കൊണ്ട് വരച്ചോ. എന്താ വരക്കണ്ടേ? ഒന്ന് ഹാസ്യരസപ്രധാനേഷു പ്രഹസനേഷു എന്നുള്ളത്. ഇപ്പൊ ഹാസ്യരസപ്രധാനമാണ് പ്രഹസനം, അടിയിലങ്ങ് വരച്ചോ. ഏറ്റവും മേലെ ദൃശ്യകാവ്യം രൂപകമിതി വ്യവഹ്രിയത കഴിഞ്ഞിട്ട് രൂപകാണി നാടകാദിഭേദേന ദശ 10. അപ്പോ രൂപകത്തിലുണ്ട് 10 ഉണ്ട്. അതൊന്ന് വരച്ചോ. വരച്ചു. ആരും എഴുതൊന്നും വേണ്ടേ, വരച്ചാൽ മതി, മനസ്സിലുണ്ട്. പിന്നെ സംസ്കൃത മഹേന്ദ്ര വിക്രമസ്യ മത്തവിലാസ പ്രഹസനം, അടിയിൽ വരച്ചോ. അതും വരച്ചു. ബോധായനസ്യ ഭഗവതജ്ജുകം വരച്ചില്ലേ? വരച്ചു. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. ഭഗവതജ്ജുകം. അടുത്തത് 52 പേജില് എന്തുണ്ട്? ഈ നാടകം നന്നായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇതിലെ കഥാപാത്രങ്ങള് അജ്ജുകയുണ്ട്, മധുകരിക, ശാണ്ഡില്യൻ അല്ലെ. ചിലപ്പോൾ ശാണ്ഡില്യൻ ഏതിലെ കഥാപാത്രമാണ് വെച്ചാൽ ഭഗവതജ്ജുകത്തിലെയാണ് അല്ലെ. ഇതൊക്കെ വൺ വേർഡേ വേണ്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമാണ്, ഒരുപാട് എഴുതുന്നു വേണ്ട, വൺ വേർഡ് അല്ലേ, അത് വിഷയമല്ല. പരിവ്രാജകൻ, ശാണ്ഡില്യൻ, ഇതൊക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ്. അതിലൊന്നും പ്രത്യേകിച്ച് ഉള്ളിൽ ഒന്ന് 2-3 പ്രാവശ്യം നിങ്ങൾ വായിച്ചാൽ തന്നെ അത് മനസ്സിലാകും. ഇനി 57 പേജിലേക്ക് കടക്കാം. 57 പേജില് ആ പദച്ഛേദം നിങ്ങൾ നോക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട പദച്ഛേദം ഒന്ന് പ്രായേണൈവ എന്നുള്ളതാണ്. അതുപോലെ വേലേയം, വേലേയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും ഒന്ന് ടിക്ക് ചെയ്യുക. പിന്നീട് വിഗ്രഹം ചോദിക്കുന്നത് എന്താണ്? ജീവാപഹരണം, ജീവസ്യ അപഹരണം അല്ലെ. ജീവാപഹരണം എന്നുള്ളത് ജീവസ്യ അപഹരണം, പ്രാണസ്യ അപഹരണം പ്രാണാപഹരണം, ധനസ്യ അപഹരണം ധനാപഹരണം, സ്വർണസ്യ അപഹരണം സ്വർണാപഹരണം അല്ലേ. ഓക്കെ, പിന്നെന്താ? മനോവേഗേന മനസഹ വേഗേന, ഒറ്റയടിക്ക് എഴുതിയാൽ മതി. തേനാന്ന് വെക്കണം നിർബന്ധമൊന്നുമില്ല, അങ്ങനെയും പറയാ ഇങ്ങനെയും പറയാ. മനസഹ വേഗേന പറഞ്ഞാൽ മനോവേഗേന എന്നായി. അത്രേ ഇത് അവിടെ ചോദിക്കാനുള്ളൂ. ഇനി 59 പേജ് ഒരു പട്ടിക കാണാം. നാടകം അഭിജ്ഞാന ശാകുന്തളം, അതിന്റെ കർത്താവാണ് എന്ത്? കാളിദാസൻ. അപ്പൊ അതെന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാം പഠിക്കാൻ പോകണ്ട. അതിൽ ജസ്റ്റ് ഒന്ന് ഈ ഇത്തരം കാര്യങ്ങൾ അതിലൊന്ന് പ്രധാനപ്പെട്ട പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഒന്ന് അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ നാടകമാണ്, അത് ടിക്ക് ചെയ്തോ. പിന്നെ 3 പ്രഹസനം ഭഗവതജ്ജുകം ബോധായനൻ. പിന്നെ ബാസൻ അല്ലെ, മധ്യമ വ്യായോഗത്തിന്റെ കർത്താവാണെന്ന് വെച്ചാൽ ബാസനാണ്. അത് നിങ്ങൾ ജസ്റ്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്നും നമ്മൾ ചോദിക്കൂല. പിന്നെ ചോദിക്കുന്നത് പ്രകരണം മൃച്ഛകടികം 2, 4, 6, 7, 8 പ്രകരണം. പ്രകരണം എന്താണ്? മൃച്ഛകടികം പ്രകരണമാണ്. അതിന്റെ കർത്താവ് ശൂദ്രകത്തെ മൃച്ഛകടികം. അത് പഠിക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അതിന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 59 പേജിൽ ഇതിന്റെ ഉത്തരങ്ങൾ എവിടെയുണ്ട്? 61 പേജിൽ ആ പട്ടികയിലുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇനി തെയ്യത്തിനെ പറ്റിയിട്ട് നേരത്തെ ചോദിച്ചു ഇല്ലേ. തെയ്യവുമായി ബന്ധപ്പെട്ട ഇത് നോക്കിക്കോ, ആമുഖത്തിൽ നോക്കിക്കോ. ആമുഖത്തിൽ ദൃശ്യകല പ്രായേണ സ്ഥാനഭേദാനുസാരം സുകുമാരകല അനുഷ്ഠാനകല ഇത് ദ്വിവിധ. അടിയിലങ്ങ് വരച്ചോ. ദൃശ്യകല കതിവിധ, അപ്പൊ ദ്വിവിധ. ഏതൊക്കെയാണെന്ന്? സുകുമാരകല, മറ്റൊന്ന് അനുഷ്ഠാനകല. അടിയിൽ വരച്ചോ. അതിനുശേഷം തൊട്ടടുത്ത് നൃത്തം വാദ്യം ഗീതം ഇത് തൗര്യത്രികം. ഇപ്പൊ തൗര്യത്രികം ഏതാണ് വെച്ചാൽ
നൃത്തം, വാദ്യം. ഇതിന് മൂന്നിനും കൂടി പറയുന്ന പേരാണെന്ത്? തൗര്യത്രികം. അതിന്റെ അടിയിൽ ഒന്ന് വരച്ചോ. തൊട്ടടുത്ത് നോക്കിയാൽ തൈഹി സാഗം ചിത്രശില്പാദീനി. തൈഹി നേരത്തെ മാഷ് പറഞ്ഞു അല്ലെ, നേരത്തെ നമ്മുടെ സനൽ മാഷ് പറഞ്ഞു സഹ, ഞാനും പറഞ്ഞു സഹ സാർദ്ധം സാഗം യോഗേ തൃതീയ. ഇവിടെ തൈഹി എന്നുള്ളത് എന്താണ്? തൃതീയാണ്. ഓക്കെ അല്ലേ? അപ്പൊ തൈഹി എന്നുള്ളത് തൃതീയ. അപ്പൊ സാഗം യോഗേ തൃതീയ എന്ന് വരും. ഇനി അടുത്തത് നോക്കിയാൽ അതങ്ങനെ വായിച്ചു പോകും. അനുഷ്ഠാന കല എന്നുള്ളത് നമുക്ക് അക്ഷരം നിന്നിട്ട് പറഞ്ഞുണ്ടാക്കാൻ പറയാ. അതുപോലെ സോപാന സംഗീതം. സോപാന സംഗീതമാണെന്ത്? അഷ്ടപതി അല്ലെ? ജയദേവന്റെ ഗീതാഗോവിന്ദാണ് അഷ്ടപതിയായിട്ട് ജനറൽ ആയിട്ടുള്ളതായ ചോദ്യമാണ് ഗീതഗോവിന്ദം. ഗീതഗോവിന്ദത്തിന്റെ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സോപാന സംഗീതം. അത് തന്നെയാണ് അഷ്ടപതി. അതിന്റെ കർത്താവ് ജയദേവ കവി. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്നാണ് മുടിയേറ്റ്, പടയണി, കളമെഴുത്ത് പാട്ട്, ഇതൊക്കെ ഇതിന്റെ പിറകിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നാടകമല്ല എന്താണ് തെയ്യവുമായി ബന്ധപ്പെട്ട ഈ പാഠം നിങ്ങൾ എന്ത് ചെയ്യുക? 2 പ്രാവശ്യം വായിക്കുക. വായിച്ചാൽ ഇതിൽ ഓരോരോ കാര്യങ്ങൾ തെയ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ? അതൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. 10ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ടാണ്, നിങ്ങൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ തയ്യാറെടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് സ്ലൈഡ് ആക്കാതെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. കാരണം നിങ്ങളതൊക്കെ വായിച്ച് പഠിച്ചവരാണ്. 64ാമത്തെ പേജ് നോക്കണേ മക്കളെ. നേരത്തെ 64ാമത്തെ പേജ് നമ്മുടെ സ്കോളർഷിപ്പിന് ചോദ്യം വന്നു അല്ലെ? ഭൂമൗ ആഗത, ഭൂമാവാഗത ചോദ്യം വന്നില്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഒന്ന് ടിക്ക് ചെയ്തോ. അതുപോലെ ശിരോലങ്കാരഹ, ശിരസഹ അലങ്കാരഹ, ശിരോലങ്കാരഹ, അത് ടിക്ക് ചെയ്തോ. അതിൽ തന്നെ ചോദ്യം വൈവിധ്യം അല്ലെ? വിവിധസ്യ ഭാവഹ നേരത്തെ ചോദിച്ചു. വൈവിധ്യം, വിവിധസ്യ ഭാവഹ, ശിരോഭൂഷണം, ശിരസഹ ഭൂഷണം അല്ലെ? അപ്പോ അതൊക്കെ എന്ത് ചെയ്യുക? അതൊന്ന് മക്കൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ 64ാമത്തെ പേജിൽ തന്നെ നൃത്തഗീതവാദ്യത്തിന് പറയുന്ന പേരെന്താണ്? തൗര്യത്രികം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ദൈവം എന്ന പേരിൽ തെയ്യം, തെയ്യവേഷധാരി എന്ന് പറയപ്പെടുന്നു കോലധാരി. ശിരോലങ്കാരമാണെന്ത്? മുടി അല്ലെ? ശിരോലങ്കാരത്തിന് പറയുന്ന പേരാണെന്ന് മുടി. ആ മുടിയിൽ നിന്നൊക്കെ ശ്രദ്ധിക്കണേ, ടായാണ് കേട്ടാ. പിന്നെ വാദ്യോപകരണങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നീട് നമുക്ക് അടുത്ത മുടിയേറ്റുമായി 67ാമത്തെ പേജ് 67ാമത്തെ പേജിൽ എന്തുണ്ട്? പടയണി എന്താണ്? മുടിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ബഡശ്രേണി എന്ന പദത്തിനാണ് പടയണി എന്ന് വന്നത്. ഇവിടെ കണ്ടില്ലേ കാച്ചിക്കൊട്ട്, നേരത്തെ പറഞ്ഞ ചോദ്യമാണ് മക്കളെ, നോക്കണേ. അത് തപ്പ് എന്ന വാദ്യത്തോടുകൂടി കാച്ചിക്കൊട്ട് എന്ന് വരുന്നത് അല്ലെ? ഓക്കെ, 68ാമത്തെ പേജിൽ ആ ശബ്ദകോശം നന്നായിട്ട് വായിക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വരാം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതായ പാഠങ്ങളാണ് 71ാമത്തെ പേജിൽ പറയുന്നതായ കുരുസിംഹാവലോകനം. അവിടെ വിവിധ ന്യായങ്ങളെ പറ്റിയിട്ടാണ് 72ാമത്തെ പേജിൽ പറയുന്നത്. നിങ്ങൾക്ക് ഗുഡഗുളികാ ന്യായം നേരത്തെ മാഷ് പറഞ്ഞു കഴിഞ്ഞു അല്ലെ? നമുക്ക് പഠിക്കാനൊരു എളുപ്പ ടഫുള്ള വിഷയത്തിന് എന്ത് ചെയ്യുക? കുറച്ച് ഹാസ്യങ്ങളൊക്കെ ചേർത്തിട്ട് പറയുക. അലങ്കാരം പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്തു? ചലച്ചിത്രഗാനങ്ങളൂടി പഠിപ്പിച്ചു എന്ന് പറയുമ്പോഴെന്തായി? അത് പഠിക്കാൻ എളുപ്പമായി അല്ലെ? അപ്പൊ ഗുഡഗുളികാ ന്യായം. പിന്നെ ന്യായം എന്താ? നീരക്ഷീരന്യായം. അപ്പൊ മാഷിപ്പയുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അല്ലെ? ഞാൻ കുറെ കാര്യങ്ങൾ, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? വേണ്ടുന്ന കാര്യം മാത്രം എടുക്കുക. അതാണ് നീരക്ഷീരന്യായം. ഈ ഹംസം അരേന്യങ്ങൾ എങ്ങനെയാണ്? പാലും വെള്ളവും കൊടുത്താല് പാല് മാത്രം വലിച്ചെടുക്കും, വെള്ളം അങ്ങ് കളയും. ഇപ്പോൾ തന്നെ നോക്കിയേ, ഏകദേശം 150ഓളം ആൾക്കാരുണ്ടായാല് ഇപ്പൊ 105ഓളം ആൾക്കാരായി. കാരണം എന്താ? അവർക്ക് വേണ്ടുന്നത് എടുക്കാനും വേണ്ടാത്ത തള്ളാനും കഴിയില്ല. കാരണം അവർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എങ്ങനെയായാലും മാഷ് ടീച്ചർ പറഞ്ഞതല്ലേ, ഒന്ന് കയറി പോയേക്കാ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ? അപ്പോ അങ്ങനെയുള്ള അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സ്കോളർഷിപ്പ് ഒന്നും പഠിച്ചിട്ട് നേരെയാക്കി വിഷമാണ്. അപ്പൊ നിങ്ങളൊക്കെ നല്ല മിടുക്കന്മാരും മിടുക്കുകളാണ്. അതുകൊണ്ടാണ് ഇത്രയും കേട്ടിരിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പോൾ ഗുഡഗുളികാ ന്യായം എന്താണ് മനസ്സിലായി? സംശയം എഴുതി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ഗുഡഗുളികാ ന്യായം മനസ്സിലായി. പിന്നെ നീരക്ഷീരന്യായം മനസ്സിലായി അല്ലെ? ആവശ്യമുള്ള മാത്രം സമസ്തമവി പഠിതവ്യം ഭവതി തഥാപി ഏതവശ്യം യുക്തിയുക്തം സജ്ജീകരണം. എന്താണോ നമുക്ക് പഠിക്കേണ്ടത് അത് നമ്മൾ പഠിക്കുക, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക അല്ലെ? ആ സമൂഹത്തിൽ കാണുന്നത് അങ്ങനെ. സമൂഹത്തിൽ നല്ലതും കാണാം, മോശവും കാണാം അല്ലെ? ആ നല്ലതിനെ മാത്രം നമ്മൾ സ്വീകരിക്കുക, മോശത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ആ നല്ലത് മാത്രം സ്വീകരിക്കുമ്പോൾ നമ്മൾ നല്ല മക്കളും നല്ല പൗരന്മാരുമായിട്ട് തീരുന്നു. അങ്ങനെയുള്ളതായ മക്കളായിട്ട് നിങ്ങൾ വളരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഈ സമയത്ത്. പിന്നീട് എന്താണ് മക്കളെ?
സോപാനാരോഹണം ന്യായം അല്ലെ. സോപാനം പറഞ്ഞാൽ എന്താ? സ്റ്റെപ്പ്. അപ്പൊ ആ സ്റ്റെപ്പ് പടിപടിയായി ഒരു കാര്യം ചെയ്യുക അല്ലെ. എല്ലാം കൂടി ഒന്നായിട്ടില്ല. ഒന്നാമത്തെ പാഠം പഠിച്ചു, രണ്ടാമത്തെ പാഠം പഠിച്ചു, മൂന്നാമത്തെ പാഠം പഠിച്ചു. ഇതാ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതാണ്? സോപാനാരോഹണ ന്യായം. എന്ത്? ഒന്നാമത്തെ പാഠം എടുത്തു, രണ്ടാമത്തെ പാഠത്ത് അങ്ങനെ അങ്ങനെ പടിപടിയായിട്ട് ചെയ്യുന്നതിനെ കാര്യമാണ് എന്ത്? സോപാനാരോഹണ ന്യായം. ഇത് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതാണ്. എന്താ? ഒരു പണി എടുത്തു കഴിഞ്ഞ് അടുത്ത പണി. ചില ആളെന്താ പര എല്ലാ പണിയെടുക്കും, ഒരു പണിയും പൂർത്തിയാക്കൂല അല്ലേ. എന്നാലോ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഒരു പണിയെടുത്ത് ക്രമമായിട്ട് ഒരു അടുക്കും ചിട്ടയോടുകൂടി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴെന്താണ് ചെയ്യുന്ന പണി നന്നായിട്ട് വൃത്തിയാവുകയും ചെയ്യും, വിജയത്തിലെത്തുകയും ചെയ്യും അല്ലെ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എന്ത് വേണം? ഇങ്ങനെയുള്ളതായ ഒരു സോപാനാരോഹണം വേണം അല്ലെ. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിക്കാനുള്ള വിഷയം. അങ്ങനെ കണക്കൊക്കെ നമുക്ക് ഏറ്റവും വിഷയം കണക്ക്, സോഷ്യൽ, ഇംഗ്ലീഷ് ഒക്കെ പറയാം അല്ലെ. എന്ത് വേണം? നമ്മൾ നല്ല രീതിയിൽ ഒരു ടൈം ടേബിൾ ആക്കിയിട്ട് എന്ത് ചെയ്യുക? പഠിക്കാൻ ബുദ്ധിമുട്ടില്ല, അതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് സംശയം വരും. സംശയം വരുമ്പോഴോ അതുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് നോക്കൂ. സിംഹാവലോകനം ന്യായം അല്ലെ. സിംഹത്തിന്റെ സ്വഭാവം എന്താണ് അറിയോ? സിംഹം കുറേ ഒന്ന് ഓടിയാൽ ഒന്ന് പിറകിലേക്ക് നോക്കും അല്ലെ. ഇപ്പോൾ നമ്മൾ സാധാരണ പതിവില്ലേ, നമ്മൾ സാധാരണ ചെയ്യണം എന്ത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെ പഠിച്ചു, ഞാൻ ഇന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, സമൂഹത്തിന് വേണ്ടി ഇല്ലേ, എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ എന്തൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇന്ന്. ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. ഞാൻ ഇന്ന് രാത്രി ഒരു കിടക്കുന്ന സമയത്ത് മൊബൈൽ നോക്കിയിട്ട് റീൽസ് കണ്ടിട്ടല്ല കിടക്കണ്ട്. പിന്നെന്ത് വേണം? നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഒന്ന് നല്ല നാമലം ജപിച്ചിട്ട് ഒന്ന് ചിന്തിക്കുക. ഒരു 5 മിനിറ്റ് കിടന്ന സമയം ഞാൻ ഇന്ന് എന്തൊക്കെ പഠിച്ചു. 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്, 6ാം തീയതി പരീക്ഷ വരുന്നു, ഞാൻ ഇന്ന് എന്തൊക്കെ പഠിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക? ഞാൻ അച്ഛനെയും അമ്മയെയും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അവർ പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടുണ്ടോ, നമ്മളൊന്ന് മനസ്സിലിങ്ങനെ നോക്കുക. അപ്പോൾ അവർക്ക് ഞാൻ എന്തൊക്കെ സഹായം ചെയ്തു, അച്ഛനെ സഹായിച്ചോ, അമ്മയെ സഹായിച്ചോ, അങ്ങനെയൊക്കെ ഏതാണെന്ത്? സിംഹാവലോ അല്ലെ. നമ്മൾ മുൻപ് കഴിഞ്ഞതിനെ ഒന്ന് നോക്കുക. അപ്പൊ ഇതില് നമ്മൾ ആ പദച്ഛേദം നോക്കണേ. പദച്ഛേദത്തിൽ നമുക്ക് നേരത്തെ ബാലോയം ചോദിച്ചു അല്ലെ, ബാലഹായം 73ാമത്തെ പേജിൽ പദച്ഛേദം ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ നമുക്ക് 74ാമത്തെ പേജ് നോക്കണേ. 74ാമത്തെ പേജിൽ നോക്കിയ വൈനദേഹ അല്ലെ. വൈനദേഹ വിനതായാഹ അപത്യം പുമാൻ വിഗ്രഹം വന്നിട്ടുണ്ട്. ഇതിന്നാ ചോദിച്ചത്. അത് നിസ്സാരം നോക്കിയാൽ അല്ലെ. ആ രണ്ടെണ്ണേ അത് പഠിക്കണ്ട കേട്ടോ. നിസ്സാരവും വൈനതേയനും. വൈനതേയൻ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അതുപോലെ അവിടെ ആ ന്യായങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വസ്ത്രാപണം ഗത്വ റീന വിവിധേഭ്യ വസ്ത്രേഭ്യ ഉചിതം വസ്ത്രം ക്രീണാതി. നമ്മളൊക്കെ ചെയ്യുന്നതാണ് അല്ലേ. ടെക്സ്റ്റൈൽസിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം എടുക്കുന്നു. ഇപ്പൊ കുറെ എണ്ണത്തിന് ഒന്നെടുക്കും. എന്താണ്? അതാണ് എന്ത്? നിരക്ഷര ന്യായം അല്ലെ. നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുന്നു, മറ്റേത് ഒഴിവാക്കുന്നു. പിന്നത്തെ എന്താണ്? ശതാഭിഷിക്ത പിതാമഹ. 100 വയസ്സ്, അതായത് 86 വയസ്സ് കഴിഞ്ഞതായ പിതാമഹൻ, മുത്തശ്ശൻ എന്ത് ചെയ്യുന്നു? ഒറ്റക്കിരുന്നിട്ട് സ്വസ്യ ജീവനം അനുസ്മരതി, തന്റെ ജീവിതത്തെ ഓർമ്മിക്കുന്നു. അതെന്താണ്? സിംഹാവലോകന ന്യായം അല്ലെ. പണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്നു. പിന്നെയോ കശ്ചിത് ദരിദ്ര യുവ കഠിനേന പരിശ്രമേണ ക്രമേണ ആപണാവലിം സ്ഥാപയാമാസ അല്ലെ. ഒരു ദരിദ്രനായ യുവാവ് മെല്ലെ മെല്ലെ പൈസ സമ്പാദിച്ച്, അധ്വാനിച്ച് പൈസ സമ്പാദിച്ച് കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്തു? കുറെ കട ആരംഭിച്ചു. അതെന്താണ്? അത് സോപാനാരോഹണ ന്യായം അല്ലെ. പിന്നെ ന്യായാധിപേന ദണ്ഡിത ചോര കാരാഗാരേ സ്ഥിത്വ സ്വാപരാധൻ അചിന്തയത്. ജഡ്ജിയാൽ ശിക്ഷിക്കപ്പെട്ടതായ കള്ളൻ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ സ്വന്തം അപരാധങ്ങളെ, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഓർമ്മിക്കുന്നു. അത് സിംഹാവലി. നേരത്തെ അധ്യാപകൻ ചലച്ചിത്രഗാനം അത് നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഗുഡഗുളിക ന്യായം. ഓക്കെ, 75ാമത്തെ പേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ബാലക കഥാരോചതേ. രോചതേ എന്ന ക്രിയ പ്രയോഗിക്കുമ്പോൾ ചതുർത്ഥി പ്രയോഗിക്കണം അല്ലെ. അപ്പോ ബാലകായ കഥാരോചതേ, ബാലകായ കഥാരോചതേ സീതായൈ ലഡുകം രോചതേ. അപ്പോ അവിടെ നിങ്ങൾ ചതുർത്ഥി വിഭക്തി പഠിക്കണം. ഓക്കെ ആണല്ലോ. നമുക്ക് സമയം 8:43 ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 78ാമത്തെ പേജ് നോക്കിക്കോ. അവിടെ സഹസാ വിതതീതന ക്രിയാം, അത് ഏതിലേതാണ്? കിരാതാർജുനീയമാണ് അല്ലെ. കിരാതാർജുനത്തിന്റെ കർത്താവൻ ആരാണ്? ഭാരവിയാണ്. അത് മനസ്സിലാക്കണം. പിന്നെ അവിവേക നവിവേക എന്നുള്ളത് അവിവേക എന്നുള്ളതാണ്. പിന്നെ അവിടെ എന്താണ്? അതിലൊന്ന് വായിച്ചു നോക്കുക മക്കളെ.
പിന്നെ 81-ാമത്തെ പേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുരാണമിത്യേവന സാധു സർവം. അത് ഏത് ഏത് നാടകത്തിലാണ് പറയുന്നത്? ഏത് കാവ്യത്തിലാണ് പറഞ്ഞ ചോദ്യം ഉണ്ടാവുക കേട്ടോ. അത് മാളവികാഗ്നിമിത്രാണ്. അത് കാളിദാസന്റെ നാടകമാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നീട് സുഭാഷിതങ്ങളാണ്. ബുദ്ധചരിതത്തിലൊരു സുഭാഷിതം അവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പഠിക്കുക. പിന്നെ ലാസ്റ്റ് പാഠത്തിലേക്ക് നമുക്ക് നോക്കാം. കാരണം സമയം വൈകിയതുകൊണ്ടാണ്, 9 മണിക്ക് മറ്റൊരു മീറ്റിംഗ് ഉണ്ടായതുകൊണ്ടാണ്. സത്യമേവ ജയതേ ഭാരത സർക്കാരാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ളതും തത്വമസി അത് മഹാവാക്യങ്ങളാണ്. 4 മഹാവാക്യങ്ങളാണുള്ളത്. അപ്പൊ 2 ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അഹം ബ്രഹ്മാസ്മിയും തത്വമസിയും. അപ്പൊ ഇനി 2 കൂടിയുണ്ട്, എഴുതിക്കോ. പ്രജ്ഞാനം ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. പിന്നെ അയമാത്മാ ബ്രഹ്മ. ഒന്നുകൂടി പറയാ, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ എന്നുള്ളതാണ് എന്ത്, ബാക്കി 2. ഓക്കെ, ഇനി 86-ാമത്തെ പേജില് താഴെ നോക്കിയാൽ തൈത്തിരിയോപനിഷദ ശിക്ഷാവല്ലി. ഇപ്പൊ ശിക്ഷാവല്ലി ഏത് ഉപനിഷത്തിലാണ് പ്രതിപാദിക്കുന്നത്? അധ്യാപകരോട് ചോദിക്കുന്ന ചോദ്യമാണ് അല്ലെ, പ്രശ്നോത്തരി മത്സരത്തിന് ചോദിക്കുന്നതാണ്, വലിയ വലിയ PSC പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. ഇന്നൊരു പരീക്ഷ നടന്ന മക്കളെ, ആ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടാ. ഈ ശിക്ഷാവല്ലി ഏത് ഉപനിഷത്തിലാണ്? അത് തൈത്തിരി ഉപനിഷത്താണ്. ഒന്ന് വരവരക്കണേ, അത് ഉറപ്പായിട്ട് ചോദിക്കും. പിന്നെ വേദാംഗങ്ങൾ എത്രയുണ്ട്? 6 വേദാംഗങ്ങളാണ്. വേദാംഗങ്ങള് 6, ഉപനിഷത്ത് 108, വേദങ്ങള് 4. ഇനി മക്കളെ ആ പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക. അതിൽ കുറേ ഉപദേശങ്ങളാണ് അല്ലെ. നിങ്ങളോടും എനിക്ക് പറയാനുള്ള ഉപദേശം ഇതൊക്കെയാണ് മക്കളെ. ഈ പാഠത്തിൽ ഒരുപാട് ഉപദേശങ്ങളാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ അല്ലെ. അപ്പോ ഒരു ചോദ്യം എന്നാണ്, മാതൃദേവോഭവ ഇത്യത്ര കർത്താക്കഹ. മാതൃദേവോഭവ എന്ന കർത്താവാരാണ് അവിടെ? സിന്ധു പറഞ്ഞാൽ. സിന്ധു ഇങ്ങനെ ഓണാക്കി എന്തോ സംസാരിക്കുന്നുണ്ട്. സിന്ധു പറയേ, മാതൃദേവോഭവ അത്ര കർത്താക്കഹ. സിന്ധു ആരാ പറയാ? മാതൃദേവോഭവ കർത്താക്കഹ ആരെങ്കിലും ഒരാൾ പറയിപ്പ. എല്ലാരും പോയാ? മക്കളെല്ലാം പോയാ? ഇല്ല, അറിയില്ല എന്ന് ഒരാൾ പറയും. അറിയില്ല. കേട്ടാ, അത് നല്ലതാണ്. അങ്ങനെ പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല നമ്മൾ പറയുന്നത് അങ്ങനെ തന്നെ പറഞ്ഞ് ശീലിക്കണം അല്ലേ. വെരി ഗുഡ്, മിടുക്കൻ. മാതൃദേവോഭവ എന്നുള്ള കർത്താവ് ത്വമാണ് അല്ലേ. നിനക്ക് മാതാവ് ദേവനായിട്ട് ഭവിക്കട്ടെ. മാതൃദേവോഭവ ചോദിക്കേ, കർത്താവ് ത്വം, നീ. അതുപോലെ ആചാര്യ ദേവോഭവ, അവിടെയൊക്കെ ത്വമാണ് കർത്താവ് അല്ലെ. ഇത് ഗുരു ശിഷ്യനോട് പറയുന്നു മക്കളെ. ഞാൻ നിങ്ങളോടാ പറയുന്നത് എന്ത്, നിനക്ക് അമ്മ ദൈവമായിട്ട് ഭവിക്കട്ടെ, നിനക്ക് അച്ഛൻ ദൈവമായിട്ട് ഭവിക്കട്ടെ അല്ലെ. പ്രത്യക്ഷ ദൈവമാണ് ആര്? അമ്മയും അച്ഛനും ഗുരുനാഥനും ഒക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ അനുസരിക്കാതിരിക്കാൻ പാടില്ല, അവരെ അനുസരിക്കണം. അപ്പോ മാതൃദേവോഭവ, ആദ്യത്തെ ദൈവാരാണ്? അമ്മയാണ്. അമ്മയാണ് അച്ഛനെ കാണിച്ചു തന്നത്, അച്ഛനാണ് ഗുരുവിനെ കാണിച്ചു തന്നത്, ആ ഗുരുവാണ് നമ്മളെ ദൈവത്തെ കാണിച്ചു തന്നത്. അപ്പോൾ ആദ്യത്തെ അമ്മയാണ്, അതുകൊണ്ട് അമ്മയെ അനുസരിക്കണം. ഓക്കെ, ഇനി 89-ാമത്തെ പേജ് മക്കൾ നോക്കൂ. 89-ാമത്തെ പേജിൽ പറയുന്നു, ഭവാൻ സത്യം വദതു. അത് ത്വം ആകുമ്പോഴോ സത്യം വദ അല്ലെ. ത്വം വരുമ്പം സത്യം വദ. വദതു എന്ന് പറയുമ്പോൾ ലോട്ടാണ്. പടതു, തൂ തൂ തു എന്ന് വരുമ്പോൾ എന്താണ്? ലോട്ടാണ്. തൂ വരുമ്പോഴൊക്കെ ലോട്ടാണ്. ഓക്കെ, ഇനി ഇവിടെ വേദാംഗങ്ങള് ഇവിടെ 90-ാമത്തെ പേജില് ധ്യേയവാക്യങ്ങൾ മക്കളെ നിർബന്ധമായിട്ട് പഠിക്കണം. നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ അധ്യാപകനോട് ചോദിക്കുക, അത് പഠിക്കുക. അതുകൂടാതെ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പകുതി ആക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് വേണം, ഞാൻ നിങ്ങളുടെ അധ്യാപകൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ നൽകും. ഒന്ന് നിങ്ങൾ നാളെ എന്ത് ചെയ്യുക, മാഷോട് പറയാ, മാഷ് ഇതൊന്ന് പറഞ്ഞു തരണം എന്ന് പറയാം. കാരണം ഇന്നത്തെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ശരിക്ക് നമ്മൾ ഒരു വർഷം കൊണ്ട് പഠിക്കുന്ന ഒരു പാഠപുസ്തകത്തെയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്,
ഏകദേശം ഒരു 1/2 മണിക്കൂർ കൊണ്ട്. കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ കുട്ടികളോട് ക്ഷമ ചോദിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിന്റെ പ്രശ്നം ഇതാണ് അല്ലേ, ഈ ഗൂഗിൾ മീറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, നമ്മൾ നിശ്ചയിക്കുന്ന പോലെ ഒന്നും നടക്കൂല, എല്ലാം ഈ ഉപകരണങ്ങളാണ് നിശ്ചയിക്കുക അല്ലേ. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. തീർച്ചയായിട്ടും ഇതിലിപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതായ 100 മക്കളാണ് ഇതിലുള്ളത്. ഈ 100 മക്കൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും 2 സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ചോദിക്കാം. ഇത് വേണ്ട കേട്ടോ, ഇമോജി വേണ്ട, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതാണ്. ഇതാരാ കക്ടസ്, ആരായി കക്ടസ്? ആ പേരെന്നെ അത്ര വലിയ ശരിയില്ലല്ലടാ. ഓക്കെ, എന്തോ ആവട്ടെ. അപ്പോൾ സംശയമുള്ള പെട്ടെന്ന് ചോദിച്ചോ, 1 മിനിറ്റ്, 2 മിനിറ്റ്. ബാക്കിയുള്ള സംശയങ്ങൾ നിങ്ങൾ ടീച്ചറോട് ചോദിക്കാം. എന്തെങ്കിലും പറയാനെങ്കിൽ പറഞ്ഞോ. 8:49 ക്ലാസ് ചെയ്യും. ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? തൊണ്ണൂറ് പേജ്. പറയും. ഷീബ പറയൂ മോനെ. വേദാംഗാനി മോനെ, വേദാംഗാനി ഷഡ്. 6 വേദാംഗങ്ങളുണ്ട്. പേര് പറയണോ മോനെ? എഴുതിക്കോ. 6 വേദാംഗം. അതാ പാഠപുസ്തകത്തില്ലേ, നോക്കിക്കോ. ആ വേദാംഗങ്ങള് നോക്കാൻ 91-ാമത്തെ പേജ് എടുത്തേ മോനെ. 91-ാമത്തെ പേജില് വേദങ്ങള്, വേദാംഗങ്ങള്, ഉപനിഷത്തൊക്കെ പട്ടികയാക്കാൻ പറഞ്ഞിട്ടില്ലേ അല്ലേ മോനെ? ചെയ്തിട്ടില്ലേ? പട്ടികയാക്കിയിട്ടില്ലേ? അവിടെ നോക്കിയ മാഷൊന്ന് വായിക്കേ. ഒന്ന് നീ അവിടെ പെൻസിൽ കൊണ്ടൊന്ന് വരച്ചാൽ മതി കേട്ടാ. ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാ. ഷീബ കേൾക്കുന്നുണ്ടോ മോന്റെ പേരെന്നാ? പേരില്ലേ? വേണ്ട, പേര് വേണ്ട. പേരിൽ വലിയ പ്രസക്തി ഒന്നുമില്ല. ഓക്കെ. അപ്പോ ഋഗ്വേദം, ഋഗ് എന്നുള്ള വേദം ഋഗ്വേദം. പ്രശ്നോപനിഷത്ത് ഉപനിഷത്താണ്. ഇയാളെ പെട്ടെന്ന് മാർക്ക് ചെയ്യണേ. സാമവേദം. ശിക്ഷ എന്ന് എന്താണ്? വേദാംഗാണ്. ശിക്ഷ വേദാംഗം. കൽപ്പം വേദാംഗം. ലാസ്റ്റ് എന്താ എനിക്ക് മനസ്സിലായില്ല അത്. കൽപ്പം വേദാംഗം. പിന്നെയോ വ്യാകരണം വേദാംഗമാണ്. നിരുക്തം വേദാംഗം. ജ്യോതിഷം വേദാംഗാണ്. 6 ഒന്നുകൂടി പറയാ. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദഃ. അവിടെ ഛന്ദഃ ഉണ്ട്. ഛന്ദഃ, ജ്യോതിഷം. 6 വേദാംഗങ്ങള്. KSTF കണ്ണൂർ. സൽമാഷെ നിർത്തിക്കൂടെ? സമയത്തിന്റെ ഒരു പ്രശ്നമില്ലേ നമുക്ക്? സൽമാഷ എന്ത് ചെയ്യുന്നു? സൽമാഷ അല്ലേ? എനിക്ക് മക്കളെ ഗ്രാമർ പറഞ്ഞു തരുമോ? തീർച്ചയായിട്ടും പറഞ്ഞു തരാം. ഇത് ലക്ഷ്മി കൃഷ്ണ, ഞാൻ ഒരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് ഏത് ഗ്രാമറാണോ സംശയമുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കുക. അതൊന്ന് ടീച്ചറെ സഹായിക്കും. ഇത്രേ വേണ്ടൂ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇന്ന് കാണിച്ചെന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പകുതി എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ, സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട്. ഒന്നാമത് സമയത്തിന്റെ പ്രശ്നം. ശരിക്കും 2-3 ദിവസം ക്ലാസ് എടുക്കുന്നത് ഒരു ഇതാണ് ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ചെയ്തത്. അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഇത്രയും മക്കള് എന്നെ ശ്രവിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. കുറെ കുട്ടികൾ ഈ ഇമോജിയൊക്കെ അയച്ചിട്ട് അതിന്റെ ഗൗരവം കളഞ്ഞു എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്.